എൻ്റെ സ്ക്രീൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഓക്കെ ഓക്കെ, താങ്ക്സ് താങ്ക്സ്. യെസ്, ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. കുറച്ച് പേര് നമ്മളെ കേൾക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളതിൽ. അതിന് പുറമെ ഈ നെറ്റ് എന്ന് പറയുന്നത് എല്ലാവരും ഒരു ബാലികേറ മലയായിട്ടാണ് സാധാരണഗതിയിൽ വിചാരിക്കാറ്. ബേസിക്കലി അങ്ങനെയല്ല. നമ്മൾ നെറ്റിൻ്റെ നെറ്റിൻ്റേതല്ലാത്ത തരത്തിലുള്ള വേവലാതികളും ആവലാതികളും നമുക്ക് കൂടുന്ന സമയത്താണ് നമുക്ക് നെറ്റ് പരീക്ഷ ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റാതെ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, സ്ട്രാറ്റജി ഇല്ലായ്മയാണ് നമുക്ക് നെറ്റ് കിട്ടാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. സ്ട്രാറ്റജി ഇൻ ദ സെൻസ്, അത് വേണമെന്നുള്ള വാശി വേണം, വാശി. ആ വാശി ഉണ്ടാക്കലാണ് നമ്മൾ ആദ്യത്തെ ഘട്ടം. അപ്പൊ ഇത് എന്ത് വില കൊടുത്തിട്ടായാലും എന്ത് വില കൊടുത്തിട്ടായാലും ഞാൻ എല്ലാ ദിവസവും ഹൈലി മോട്ടിവേറ്റഡ് ആയിട്ടില്ലെങ്കിൽ പോലും കുറച്ചെങ്കിലും മോട്ടിവേറ്റഡ് ആയിട്ട് ഞാൻ പഠിക്കുമെന്നുള്ള ഉത്തമ ബോധ്യം. അതായത് നിങ്ങളെ ആരും മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി വരില്ല. അതാണ് നിങ്ങൾ ആദ്യം വിചാരിക്കേണ്ട ഒരു കാര്യം. അതായത് നിങ്ങൾക്ക് സ്വയം തോന്നണം, ഇതെനിക്ക് ആവശ്യമാണ്, ഇതെൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒറ്റക്ക് പണിയെടുക്കും. അങ്ങനെ പണിയെടുത്താൽ മാത്രമേ നമുക്ക് പരീക്ഷ എന്നല്ല, ജീവിതത്തിലെ ഏതൊരു ഘട്ടത്തിലും ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും നമുക്ക് തരണം ചെയ്ത് മുന്നിലേക്ക് വരാൻ വേണ്ടി പറ്റൂ. ഓക്കെ, അത് അത് ആ ഒരു ഫിലോസഫി തന്നെയാണ് നമ്മൾ ജീവിതത്തിലെ എല്ലാ കാര്യത്തിലും ഉപയോഗിക്കുന്നത്. അത് തന്നെയാണ് നമ്മൾ നെറ്റ് പരീക്ഷയ്ക്ക് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇതിൽ എത്ര പേര് MSc പഠിക്കുന്നവരുണ്ട്? നിങ്ങൾ ഏതൊക്കെ കോളേജിലാണ് MSc പഠിക്കുകയാണെങ്കിൽ പർസ്യൂയിങ് കോളേജിന്റെ പേര്, MSc കഴിഞ്ഞവരാണെങ്കിൽ കംപ്ലീറ്റഡ് കോളേജിന്റെ പേര് ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടാവും. MSc പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ BSc ഓണേഴ്സ് ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ പർസ്യൂയിങ് കോളേജിന്റെ പേര്, അതേപോലെ നിങ്ങൾ കംപ്ലീറ്റഡ് ആണെങ്കിൽ കംപ്ലീറ്റഡ് കോളേജിന്റെ പേര് ഒന്നിടാവും. ഒന്ന് നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാ. ഓക്കെ, കാര്യവട്ടം ക്യാമ്പസിൽ നിന്ന് ഒരാൾ, SN കോളേജ് ചെങ്ങന്നൂരിൽ നിന്നൊരാൾ, സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നൊരാൾ, SNM കോളേജിൽ നിന്നൊരാൾ, LPUവിൽ നിന്നൊരാൾ, മറ്റുള്ളവരും കൂടി ഒന്ന് പറയൂ. ഫറൂഖ് കോളേജിൽ നിന്ന് കഴിഞ്ഞൊരാൾ, ആർട്സ് കോളേജ് തിരുവനന്തപുരത്ത് നിന്നൊരാൾ, കാസർഗോഡ് കോളേജിൽ നിന്നൊരാൾ. പെട്ടെന്ന് ഒരു 30 സെക്കൻഡ് കൊണ്ട് തരാം, പെട്ടെന്ന് പറയും. ഫാത്തിമ മാതാ നാഷണൽ കോളേജ് കൊല്ലം, അവിടെ നിന്നൊരാൾ. ഇനി ആരെങ്കിലും ഉണ്ടോ? ബ്രണ്ണൻ കോളേജിൽ നിന്നൊരാൾ, SN കണ്ണൂരിൽ നിന്നൊരാൾ, ZGCയിൽ നിന്നൊരാൾ, യൂണിവേഴ്സിറ്റി ക്യാമ്പസ് കണ്ണൂർ എന്നൊരാൾ, നിർമ്മല കോളേജ് മൂവാറ്റുപുഴയിൽ നിന്നൊരാൾ. ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രേറ്റ്. മാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നൊരാൾ, നിർമ്മല കോളേജ് മൂവാറ്റുപുഴ. ഓക്കെ, യാ. അപ്പോൾ തൽക്കാലം അത് അവിടെ നിൽക്കട്ടെ, നമുക്ക് അതിലേക്ക് വരാം. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, നമുക്ക് കേരളത്തിൻ്റെ പലവിധ ഭാഗങ്ങളിൽ നിന്ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ആൾക്കാർ നമ്മളെ ഈ സെഷൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു അരമുക്കാൽ മണിക്കൂറാണ് നിങ്ങൾ എനിക്ക് വേണ്ടി ചെലവഴിക്കുന്നത് എന്ന് അറിയുന്നതുകൊണ്ട് തന്നെ എന്നാലാവും വിധം നിങ്ങൾക്ക് എങ്ങനെയാണ് നെറ്റ് ക്വാളിഫൈ ചെയ്യാം, അല്ലെങ്കിൽ നെറ്റിലേക്ക് നിങ്ങളെ എങ്ങനെ അടുപ്പിക്കാം എന്നുള്ളതിനെ പറ്റി ഞാനൊരു അരമുക്കാൽ മണിക്കൂർ നേരെ സംസാരിക്കാം. ഇത് ഇന്നിപ്പോൾ എൻ്റെ വാക്ക് കേട്ട് നിങ്ങൾ ഹൈലി മോട്ടിവേറ്റഡ് ആയി, നിങ്ങളെ ഡൊപ്പമിൻ റഷ് ഉണ്ടായി, നിങ്ങൾ പോയി നെറ്റ് പഠിച്ച് ക്രാക്ക് ചെയ്യും എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. നിങ്ങൾ കിട്ടുന്ന മോട്ടിവേഷൻസ് എല്ലാം ഗ്യാദർ ചെയ്ത് സെൽഫ് മോട്ടിവേറ്റഡ് ആവാൻ വേണ്ടി നിങ്ങൾ എപ്പോഴും പരിശ്രമിക്കുക എന്നതാണ്
ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യം, കഴിഞ്ഞൊരു 4 വർഷമായി സെറ ഈ രംഗത്തുണ്ട്. സെറ ബേസിക്കലി സ്റ്റാർട്ട് ചെയ്യുന്നത്, സെറ എന്ന് പറയുന്ന സയൻസ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ആക്ടിവിറ്റി ഹബ്ബ് എന്നതിൻ്റെ ഒരു ചുരുക്ക പേരാണ് സെറ. സെറയുടെ 2 വിങ്ങുകളുണ്ട്, ഒന്ന് സയൻസ് എഡ്യൂക്കേഷൻ വിങ്ങും മറ്റൊന്ന് കോച്ചിങ് വിങ്ങും. അതിൽ കോച്ചിങ് വിങ്ങിൻ്റെ മുഖമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഐസർ പുണേയിൽ ഇൻക്യുബേറ്റ് ചെയ്തിട്ടുള്ള, അടൽ ഇൻക്യുബേഷൻ മിഷന്റെ ഭാഗമായി ഐസർ പുണേയിൽ ഇൻക്യുബേറ്റ് ചെയ്തിട്ടുള്ള കേരള സ്റ്റാർട്ടപ്പ് മിഷന് കീഴിൽ രജിസ്റ്റർ ചെയ്ത് നിലവിൽ കേരളത്തിൽ കോഴിക്കോട് ബാലുശ്ശേരിയിൽ ഓഫീസായി വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് സെറ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, സെറയെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മളെ പ്രൗഢഗംഭീരമായ 4ാമത്തെ വർഷമാണ്. അപ്പോൾ ഈ ഒരു വർഷത്തിൽ നമുക്ക് CSIR കെമിക്കൽ സയൻസിൽ നിന്നും ഏറ്റവും മികച്ച ആൾക്കാർക്ക് ഏറ്റവും മികച്ച റിസൾട്ട് ഉണ്ടാക്കണം എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങളെ ഞങ്ങളുടെ കൂടെ ചേർക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനോടൊപ്പം നിങ്ങൾ എത്രത്തോളം മികച്ചതായി നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് നമുക്ക് ഏറ്റവും മികച്ച റിസൾട്ടുകൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. CSIR നെറ്റ് പരീക്ഷയിൽ നമുക്ക് ഏറ്റവും മികച്ച മാർക്ക് വാങ്ങിയാൽ മാത്രം പോലെ JRF എന്ന് പറയുന്ന കടമ്പ കടന്ന് കിട്ടണം എന്നുള്ളതും കൂടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ബേസിക്കലി എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഹരിപ്രസാദ് എന്നാണ്. ഞാൻ MSc കെമിസ്ട്രി കുസാറ്റിൽ നിന്ന് 2020 പാസ് ഔട്ടായ ബാച്ചുകാരനാണ്. 2020 MSc പാസ് ഔട്ട് ആവുന്ന സമയത്ത് തന്നെ CSIR JRF ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് ബാച്ച് തീരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർച്ചിൽ ബാച്ച് തീർന്ന് തൊട്ടടുത്ത ജൂൺ സെഷനിലെ നെറ്റ് ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. നെറ്റല്ല, JRF ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഓൾ ഇന്ത്യ റാങ്ക് 103 ആയിരുന്നു. സിമ്പിൾ സ്ട്രാറ്റജി ആയിരുന്നു. എൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാം. സിമ്പിൾ സ്ട്രാറ്റജി ആയിരുന്നു. MSc പാസ്സായില്ലെങ്കിലും നെറ്റ് പാസ്സാവണം, JRF കിട്ടണം. ഇതായിരുന്നു എൻ്റെ സ്ട്രാറ്റജി. അപ്പോൾ ആ ഒരു സ്ട്രാറ്റജീൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ മുന്നിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ ബേസിക്കലി പഠിച്ച് തുടങ്ങുന്ന സമയത്ത് തന്നെ, അതായത് MScക്ക് കയറുന്ന നിമിഷം തന്നെ ഞാൻ എന്ത് ചെയ്തു, മനസ്സിൽ സെറ്റ് ചെയ്യുന്നു, MSc പാസ്സാവരുത്, അല്ലെങ്കിൽ MSc പാസ്സായില്ലെങ്കിലും കുഴപ്പമില്ല, MSc പാസ്സാവരുന്നല്ല, MSc പാസ്സായില്ലെങ്കിലും കുഴപ്പമില്ല, നെറ്റ് അല്ലെങ്കിൽ JRF കിട്ടണം. അതിനോട് എന്തോ ഒരു ആക്രാന്തമായിരുന്നു, അതിനോട് എന്തോ ഒരു വാശിയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു വാശി നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വാശിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഏത് എക്സ്റ്റെൻഡ് വരെയും പോകണം, അത്രയും എനർജിയിൽ വർക്ക് ചെയ്യണം അതിനു വേണ്ടിയിട്ട്. ക്വാണ്ടം മെക്കാനിക്സ് ഞാൻ സെമസ്റ്ററിൽ വളരെ കഷ്ടപ്പെട്ട് പാസ്സായതാണ്. പക്ഷേ ക്വാണ്ടം മെക്കാനിക്സ് CSIR ചോദിച്ച 2 ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഏകദേശം 40 മുതൽ 45 സെക്കൻഡ് സമയം മാത്രമേ വേണ്ടി വന്നിട്ടുള്ളൂ. അതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ പഠിച്ച് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ വളരെയധികം പ്രായം കൂടിയ ഒരു നിലയിൽ നിങ്ങൾ എത്തി. നിങ്ങൾ സ്വയം തിരിച്ചറിയേണ്ട, സ്വയം അവബോധം വരേണ്ട ഒരു ലെവലിലേക്ക് നിങ്ങൾ വളർന്നു കഴിഞ്ഞു. ഇനി നിങ്ങളെ പുഷ് ചെയ്യേണ്ട ആവശ്യമില്ല. പഠിക്കണം 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 എന്ന് പറഞ്ഞ് പുഷ് ചെയ്യേണ്ട ഒരു ആവശ്യം വേറൊരാൾക്കില്ല. ബേസിക്കലി നിങ്ങളെ തിരിച്ചറിവ് കൊണ്ട്, നിങ്ങളെ ഉള്ളറിവ് കൊണ്ട് നിങ്ങൾക്ക് തോന്നേണ്ടതാണ് പഠിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട്. അപ്പോൾ ഈ CSIR JRF എക്സാമിനെ പറ്റി ഞാൻ കൃത്യമായി ഡിക്കോഡ് ചെയ്ത് തരാം. ഞാൻ നടന്ന വഴികളാണ് ഞാനിപ്പോൾ പരിചയപ്പെടുത്തിയത്. അപ്പോൾ നമുക്കിനി തുടർന്ന് അങ്ങോട്ട് എങ്ങനെയാണ് പരീക്ഷ, ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ട് എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ സെക്ഷൻസ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, ഏതൊക്കെ ടോപ്പിക്കാണ് പ്രധാനപ്പെട്ട ടോപ്പിക്ക്, ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത ടോപ്പിക്കുകൾ ഏതൊക്കെ എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അതിനു മുന്നേ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. 6 മാസം കൊണ്ട് ഒരു പരീക്ഷ ക്രാക്ക് ചെയ്യാം എന്നുള്ള ധാരണ നമുക്ക് അധികം വേണ്ട എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. 6 മാസം നിങ്ങൾ നിരന്തരം പരിശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ 6 മാസം കൊണ്ട് ക്വാളിഫൈ ചെയ്യാം. പക്ഷേ മനുഷ്യൻ എന്ന നിലയിൽ മാനുഷിക പരിഗണന നിങ്ങൾക്ക് തരണം എന്നുള്ളത് കൊണ്ട് ഞാൻ പറയുന്നു, അപ്പ് ആൻഡ് ഡൗൺസ് നമുക്ക് എല്ലാ ദിവസങ്ങളിലും ഉണ്ടാവും. ഓക്കെ, അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ അതിനനുസരിച്ച് നമ്മളെ മാനസിക നില സെറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമ്മളിൽ നിന്ന് ഒരു ദിവസമോ അല്ലെങ്കിൽ 2-3 ദിവസമോ കൈമുന്ന് പാളിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ 6 മാസം സ്ട്രിക്റ്റ് ടൈറ്റായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തോന്നിപ്പോവും, അയ്യോ ഞാൻ ഒരുപാട് പിറകിൽ പോയല്ലോ. അയ്യോ, ചിലപ്പോൾ MSc പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്കാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് തോന്നും, അയ്യോ ഞാൻ ഒരുപാട് പിറകിൽ പോയല്ലോ, എൻ്റെ CSIR പഠനത്തിൽ നിന്ന് ഞാൻ പിറകിൽ പോയല്ലോ, ഇനി ഇത് വീണ്ടും ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്യാൻ ഈ സെമ്മിൽ പറ്റില്ല, അടുത്ത സെമ്മിൽ ആലോചിക്കാം. MSc കംപ്ലീറ്റ് ചെയ്ത ഒരാളാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന ഒരാളാണ്, നിങ്ങൾ ചിലപ്പോൾ ഒരു കോളേജിലോ അല്ലെങ്കിൽ സ്കൂളിലോ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ പറയുന്നു, അയ്യോ 1-2 ദിവസം വൈകിപ്പോയല്ലോ, അല്ലെങ്കിൽ 1 മാസം ലേറ്റായി, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ്, ഇത് പഠിച്ചാൽ കിട്ടൂല. അങ്ങനെ ഒരു ധാരണ നിങ്ങൾ ഒരിക്കലും വെക്കരുത്. ഡെയിലി മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ അപ്പ് ആൻഡ് ഡൗൺസിന് കണക്കായി നിങ്ങളെ റിതം സെറ്റ് ചെയ്യുക. ഈ റിതത്തിലാണ് എല്ലാം. ഓക്കെ, ഒരു ദിവസം നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റിയില്ല, ഇറ്റ്സ് ഓക്കെ, കംപ്ലീറ്റ്ലി ഓക്കെ. നിങ്ങളുടേതല്ലാത്ത കാരണം കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റിയില്ല, ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ഇനി നിങ്ങളുടേതായിട്ടുള്ള ഫിസിക്കൽ മെന്റൽ കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയില്ല, ഇറ്റ്സ് ഓക്കെ. പക്ഷെ നേരെ മറിച്ച് ബാഹ്യപ്രേരണകൾ, അതായത് പുറത്തു നിന്ന് വരുന്ന ഡിസ്ട്രാക്ഷൻസിനെ, അത് കാരണം നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റാതിരിക്കരുത്. അവിടെയാണ് പ്രധാനപ്പെട്ട കാര്യം.
നിങ്ങൾക്ക് വേണ്ടി കൃത്യമായിട്ടുള്ള ഒരു ശൈലി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. ഓഫ് കോഴ്സ് നിങ്ങളിപ്പോൾ സെറയിൽ ഇപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്താലും ബാച്ചിൽ ജോയിൻ ചെയ്താലും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഇൻപുട്ട് നമ്മൾ തരും. അതായത് ക്ലാസ്സിൽ പങ്കെടുക്കണം, അല്ലെങ്കിൽ ക്ലാസ്സുകൾ കാണണം, അസൈൻമെൻറ്റ് വർക്കൗട്ട് ചെയ്യണം, എക്സാം ക്ലിയർ ചെയ്യണം, അല്ലെങ്കിൽ എക്സാം മോക്ക് ടെസ്റ്റുകൾ എഴുതണം എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ തരും. പക്ഷേ ഇതിനുമായി പൊരുത്തപ്പെട്ട് പോകുന്ന തരത്തിൽ നിങ്ങളുടെ പ്ലാനുകൾ കേന്ദ്രീകരിക്കലാണ് നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത്. ഒരു കോച്ചിങ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു പഠന മേഖലയിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ട വിഷയം ഇതാണ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ 6 മാസം കൊണ്ട് നിങ്ങൾക്ക് നെറ്റ് കിട്ടും എന്ന മാജിക്ക് ഞാൻ കാണിച്ചു തരാമെന്നല്ല പറയുന്നത്. നമ്മളൊരു വലിയൊരു പ്രോസസ്സിലേക്ക് കടക്കുകയാണ്. ഓക്കെ, വലിയൊരു പ്രോസസ്സ് ഇൻ ദ സെൻസ് അറ്റ് ദ എൻഡ് നിങ്ങൾക്ക് നെറ്റ് അല്ലെങ്കിൽ JRF കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യുന്ന ഒരു മൊമെൻ്റ് ആണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിലവിലെ നെറ്റിൻ്റെ ഒരു കാര്യം ഞാൻ പറയട്ടെ. നെറ്റ് എന്ന് പറയുന്നത് നിലവിൽ വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറി. അതായത് സാധാരണഗതിയിൽ നമ്മളെ ഈ അൺഎയ്ഡഡ് കോളേജുകൾ ഉണ്ടാവും, സ്വാശ്രയ കോളേജുകളിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നെറ്റിൻ്റെ ആവശ്യമില്ലായിരുന്നു. 2020 തൊട്ടേ UGC പറയുന്നുണ്ട് നമ്മളിത് നിർബന്ധമാക്കും, എല്ലാ കോളേജിലും ഇത് നിർബന്ധമാക്കും എന്നുള്ളത്. എൻ്റെ അറിവിൽ ഏകദേശം 10 വർഷത്തിന് മുകളിൽ പഠിപ്പിച്ച എക്സ്പീരിയൻസ് ഉള്ള, BEd എടുത്തിട്ടുള്ള, MEd എടുത്തിട്ടുള്ള, നെറ്റ് ഇല്ലാത്ത ഒരു ടീച്ചറെ, ഒന്നല്ല ഒരുപാട് ടീച്ചർമാരെ ഒരു കോളേജിൽ നിന്നും പുറത്താക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഭീകരത നിങ്ങൾ മനസ്സിലാക്കുക. നെറ്റുള്ള ഫ്രഷേഴ്സിനെ അവർ അവിടെ നിയമിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതിൽ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നെറ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഘടകമായി 2025 കഴിഞ്ഞ വർഷമാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുതിയ റെഗുലേഷൻസ് വന്നത്. നെറ്റ് ഇല്ലാത്ത അധ്യാപകരെ ഒന്നും ഇനി എടുക്കാൻ വേണ്ടി പാടില്ല, നിലവിലുള്ളവരൊക്കെ റീപ്ലേസ് ചെയ്യണം. ആദ്യഘട്ടത്തിൽ ഡിപ്പാർട്ട്മെന്റിൽ 25% ആൾക്കാരെ വെക്കണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് 4 ടീച്ചർമാരുണ്ടെങ്കിൽ അതിലൊരു ടീച്ചർ നെറ്റ് ഉള്ളതായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിലവിലെ സാഹചര്യത്തിലൊക്കെ അത് മാറി വന്നിട്ടുണ്ട്. ഓക്കെ, ആ 25% എന്നുള്ളത് മാറ്റി 100% പേരും, അതായത് ഒരു ഡിപ്പാർട്ട്മെന്റിലെ എല്ലാവരും എന്ത് വേണം, നെറ്റ് ഉള്ളവരായിരിക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഞാൻ ഈ CSIR JRF എക്സാമിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാം. CSIR എക്സാം എന്ന് പറയുന്നത് ബേസിക്കലി NTA ആണ് ഈ എക്സാം നടത്തുന്നത്. നിലവിലെ കോൺട്രവേഴ്സി സൃഷ്ടിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുന്നിൽ നിൽക്കുന്ന ഒരു ഏജൻസിയാണ് NTA എന്ന് പറയുന്നത്. NTAയുടെ കയ്യിൽ തന്നെയാണ് ഇപ്പോഴും നെറ്റ് ഉള്ളത്. അതിൽ വേറെ റെഗുലേഷൻസ് ഒന്നും വന്നിട്ടില്ല. NTA പുനഃസംഘടിപ്പിച്ച് വീണ്ടും അതുവഴി തന്നെയാണ് എക്സാമുകൾ നടത്താൻ വേണ്ടി പോകുന്നത്. അപ്പോൾ NTA നടത്തുന്ന ഈ എക്സാം എന്ന് പറയുന്നത് നമുക്ക് ബേസിക്കലി ഇയറിൽ ഇത് ആദ്യമായിട്ട് നെറ്റ് പരീക്ഷയെ പറ്റി അറിയാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി പറയുന്നതാണ്, മറ്റുള്ളവരോടല്ല. ഈ ഇയർലി ഇത് 2 തവണയാണ് പരീക്ഷ നടത്തുക. ഒന്ന് ജൂൺ സെഷനും മറ്റേത് ഡിസംബർ സെഷനും എന്നാണ് അറിയപ്പെടുക. സാധാരണഗതിയിൽ ഒരു കോൺസ്പിറസി തിയറി ഉള്ളത് ജൂൺ സെഷൻ കുറച്ച് ടൈറ്റ് എക്സാമും ഡിസംബർ സെഷൻ കുറച്ച് ടഫ് എക്സാമും എന്നുള്ള തരത്തിലുള്ള ഒരു കോൺസ്പിറസി തിയറി ഉണ്ട്. അത് പഠിച്ചവരെ സംബന്ധിച്ച് അവർക്ക് എളുപ്പമായി തോന്നുന്നത് കൊണ്ട് ചിലപ്പോൾ ഡിസംബർ സെഷൻ എളുപ്പമെന്നും ജൂൺ സെഷൻ ടഫും എന്നും പറയുന്നതാവാം. അങ്ങനെ അതിനൊരു വാലിഡ് പ്രൂഫ്, സോളിഡ് പ്രൂഫ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റുമോ വെച്ച് കഴിഞ്ഞാൽ അത് പഠിക്കുന്നവരെ സംബന്ധിച്ചാണ്. ഓക്കെ, സപ്പോസ് നിങ്ങൾ ഒരു ജൂണിൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഓർഗാനിക് ആയിരിക്കും കൂടുതൽ പ്രിപ്പയർ ആയിട്ടുണ്ടാവുക, ഫിസിക്കൽ തീരെ പ്രിപ്പയർ ചെയ്തില്ല. പക്ഷേ ചോദ്യങ്ങൾ കൂടുതലായിട്ടും വന്നത്, അല്ലെങ്കിൽ എളുപ്പം ചോദ്യങ്ങൾ വന്നത് ഫിസിക്കൽ നിന്നും, ടഫ് ചോദ്യം വന്നത് ഓർഗാനിക്കിൽ നിന്നും ആണെങ്കിൽ സ്വാഭാവികമായും ജൂൺ സെഷനിൽ എന്തായി, ടഫായി നിങ്ങൾക്ക്. ഡിസംബർ സെഷനിൽ നിങ്ങൾ സെയിം സ്ട്രാറ്റജി തന്നെ ഫോളോ ചെയ്തു. ഓർഗാനിക് കൂടുതൽ പഠിച്ചു, ഫിസിക്കൽ ഒന്നും പഠിച്ചില്ല. പക്ഷേ ഡിസംബർ സെഷനിൽ എളുപ്പമുള്ള ചോദ്യങ്ങൾ ഓർഗാനിക്കിൽ നിന്നും ഫിസിക്കലിൽ നിന്ന് ടഫായിട്ടുള്ള ചോദ്യങ്ങളും വന്നു, നിങ്ങൾ കൂടുതൽ സ്കോർ ചെയ്തു ഡിസംബറിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡിസംബർ എളുപ്പമായി. ഇങ്ങനെയാണ് സാധാരണഗതിയിൽ നടക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ എക്സാമുകൾക്കും ഞാൻ തുല്യ പ്രാധാന്യമാണ് നൽകാറ്. ജൂൺ സെഷൻ എന്നോ ഡിസംബർ സെഷൻ എന്നോ എന്നുള്ള വേർതിരിവ് ഞാൻ കൊടുക്കാറില്ല. കാരണം എക്സാമുകൾ, ചോദ്യങ്ങളെ പാറ്റേണുകളെല്ലാം ഏകദേശം ഒരേപോലെ ആയിരിക്കും. നമ്മൾക്ക് 3 സെക്ഷനുകൾ ഉണ്ടാവും. സെക്ഷനുകളെ പറ്റിയൊക്കെ ഞാൻ പറയാം. പക്ഷെ ആദ്യം ഞാൻ ഈ JRF എക്സാമിനെ പറ്റി എന്താണെന്ന് പറയാം. ഈ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് അല്ലെങ്കിൽ നെറ്റ് എന്ന് പറയുന്ന ഈ സംഭവം എന്ന് പറയുന്നത് നമുക്ക് JRF ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ മാസം 37,000 രൂപയാണ് നമുക്ക് കിട്ടുന്നത്. മാസം 37,000 രൂപ നമുക്ക് കിട്ടും. അതായത് MSc കഴിഞ്ഞിറങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ജസ്റ്റ് പാസ് ഔട്ട് ആവുന്നു, MSc പാസ് ഔട്ട് ആവുന്ന സമയത്ത് നിങ്ങൾ അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ ക്വാളിഫൈ ചെയ്ത് ഒരു കമ്പനിയിൽ കയറിയാൽ ഒരു പ്രൈവറ്റ് സെക്ടറിലെ കമ്പനിയിൽ കയറലാണ് കുറച്ചും കൂടെ എളുപ്പം വഴി. ഫ്രഷേഴ്സ് ഇന്റർവ്യൂ വഴി
നിങ്ങൾ കയറിയാൽ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് ഒരു 25 to 30 ആണ്. 25 to 30 ആണ്. ഓക്കെ, അതിൽ നിങ്ങളെ സകല ചെലവും എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളെ കയ്യിൽ ഒരു 10 റുപ്യ നിങ്ങളെ കയ്യിൽ കിട്ടിയാലായി. ഓക്കെ, അതായത് നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാലേ നമുക്കത് മനസ്സിലാവും. നല്ല പ്രഷറായിരിക്കും. ആ പ്രഷറിൽ നിന്ന് മുക്തി നേടാൻ നിങ്ങൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടുള്ള നല്ല സമയങ്ങൾ കണ്ടെത്താൻ വേണ്ടി നിങ്ങൾ പൈസ ചെലവഴിക്കും. ട്രിപ്പ് പോകാൻ പൈസ ചെലവഴിക്കും, അങ്ങനെ ചെലവഴിക്കും, ചായ കുടിക്കും, അതായത് ഇതാകും. എല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു 10 റുപ്യ 10,000 റുപ്യ നിങ്ങൾ കഴിയുമ്പോൾ കിട്ടും. ഓക്കെ, നേരെ മറിച്ച് നിങ്ങളൊരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ, PhD ചെയ്യാൻ വേണ്ടി കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് 37,000 രൂപ ഇൻ ഹാൻഡ് കിട്ടും. അതിന് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതാണ് ഒന്നാമത്തെ കാര്യം, ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ പ്ലസ് നിങ്ങൾക്ക് HRA കൂടെ കിട്ടും. ഹോം റെന്റ് അലവൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം കൂടെ കിട്ടും. ഈ ഹോം റെന്റ് അലവൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കോളേജിലെ ഹോസ്റ്റൽ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഫീസ് ഇല്ലാതെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. HRA ഹോം റെന്റ് അലവൻസ്, അല്ലെങ്കിൽ വളരെ കുറഞ്ഞ നിരക്കിൽ നിങ്ങൾക്ക് കോളേജ് ഹോസ്റ്റലുകൾ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് പ്രത്യേകത. ഓക്കെ, അപ്പോൾ 37,000 പ്ലസ് HRA എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 42 രൂപ നിങ്ങളുടെ കയ്യിൽ കിട്ടും. ഇത് 2 വർഷമാണ്. പിന്നെ നിങ്ങൾ എന്താവും? SRF ആവും, സീനിയർ റിസർച്ച് ഫെലോ ആവും. ഓക്കെ, സീനിയർ റിസർച്ച് ഫെലോ ആയി കഴിഞ്ഞാൽ നിങ്ങൾ മൂത്ത റിസർച്ചറായി. ഓക്കെ, പ്രായം കൂടിയ റിസർച്ചറായി. അപ്പോൾ പ്രായം കൂടിയ റിസർച്ചറെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കിട്ടുന്ന സാലറി 42,000 പ്ലസ് HRA ആണ്. 42,000 പ്ലസ് HRA ആണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം നിങ്ങൾ റിസർച്ച് ചെയ്യാൻ വേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന 5 വർഷത്തെ വരുമാനത്തിന്റെ കണക്കാണിത്. ഓരോ മാസവും നിങ്ങൾക്ക് 42,000 രൂപ, അല്ലെങ്കിൽ ആദ്യത്തെ 2 വർഷം 37,000 രൂപ വെച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടുകയാണ് 5 വർഷത്തേക്ക്. സോ കരിയർ ഗ്രോത്ത് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കാത്ത ദിശയിലേക്ക് മാറണം എന്നുണ്ടെങ്കിൽ നല്ല റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് നിങ്ങൾ റിസർച്ചിന് കയറേണ്ടതുണ്ട്. നല്ല റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ത്യയിലെ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന TFR ഹൈദരാബാദ്, TFR മുംബൈ, IISc ബാംഗ്ലൂർ, ഐസർ പൂനെ, അല്ലെങ്കിൽ ഐസറിന്റെ മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ 7 ഐസർ ഉണ്ട്. അതിൽ ബെസ്റ്റ് ഐസേഴ്സ് ഐസർ പൂനെ, ഐസർ കൊൽക്കത്ത പോലുള്ള സ്ഥലത്തൊക്കെ പോയി റിസർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ കരിയർ ഒന്നും കൂടി ഒന്ന് ഷേപ്പ് ചെയ്യപ്പെടും. ഓക്കെ, അപ്പോൾ റിസർച്ച് എൻവയോൺമെന്റിൽ എത്തുക എന്നത് ഒരു സ്ട്രാറ്റജിയാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന സാലറി റേഞ്ചാണ് ഇത് പറയുന്നത്. ഇതിന് പുറമെ നമുക്ക് R&D ലാബിൽ വർക്ക് ചെയ്യണമെങ്കിലും നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടാവണം. ഓക്കെ, ആ എക്സ്പീരിയൻസിന് നമുക്ക് JRF സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ഓവർകം ചെയ്യാൻ വേണ്ടി പറ്റും, ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ CSIR പരീക്ഷ പാസ്സായി വിചാരിച്ചു. CSIR പരീക്ഷ പാസ്സായാൽ മാത്രം റിക്രൂട്ട് ചെയ്യപ്പെടുന്ന പ്രൊജക്ട് അസോസിയേറ്റ് അല്ലെങ്കിൽ പ്രൊജക്ട് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിൽ പോയി വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ 1-2 വർഷം നമ്മൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലെ, ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു പ്രൊജക്റ്റിൽ പോയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നു എന്ന് കരുതുക. അപ്പോൾ 1-2 വർഷം നമ്മൾ എന്ത് ചെയ്തു? ആ പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്തതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടും. ഈ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിനെ നമുക്ക് എന്ത് ചെയ്യാം? മാർക്കറ്റ് ചെയ്യാം. നമ്മളെ CV-യിലേക്ക് ആഡ് ചെയ്ത് നമുക്ക് അബ്രോഡ് ഫെലോഷിപ്പുകൾക്ക് അപ്ലൈ ചെയ്യാം. നമ്മൾ നേരെ മറിച്ച് നിങ്ങൾ കേൾക്കാം, 1.5 കോടി രൂപയുടെ ഫെലോഷിപ്പ് നേടി ഇന്ന കുട്ടി, അല്ലെങ്കിൽ 3 കോടി രൂപയുടെ മേരി ക്യൂറി ഫെലോഷിപ്പ് ഒരു കുട്ടിക്ക് കിട്ടി എന്നൊക്കെയുള്ള തരത്തിൽ നിങ്ങൾ വാർത്തകൾ ഇങ്ങനെ ചെറിയൊരു കോളം വാർത്ത, അല്ലെങ്കിൽ വാരാന്ത പതിപ്പിൽ വലിയ തരത്തിൽ വാരാന്ത പതിപ്പിൽ ഇതേ കണക്കെ 3 കോടി രൂപയുടെ ഫെലോഷിപ്പ് നേടിയ വിജയ വഴികൾ എന്നൊക്കെ പറഞ്ഞ് പേപ്പറിൽ നിങ്ങൾ പലപ്പോഴായി വായിച്ചിട്ടുണ്ടാവാം. ഇത് കിട്ടുന്നതിന് വലിയ ട്രിക്കുകളൊന്നുമില്ല. ഇത് കിട്ടുന്നതിന് നമ്മളെ CV പെർഫെക്റ്റ് ആക്കുക എന്നതാണ് പ്രധാനം. ആ CV പെർഫെക്റ്റ് ആക്കാൻ നിങ്ങൾ MSc കഴിഞ്ഞ ഉടനെ നിങ്ങൾക്കത് കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ നിൽക്കണ്ട. നിങ്ങൾക്കത് കിട്ടും. അത് കിട്ടാനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത്, ഒന്ന് JRF പരീക്ഷ ക്വാളിഫൈ ചെയ്ത് നിങ്ങൾ ഏതെങ്കിലും നല്ല ക്രീം ലെവൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് എന്ത് ചെയ്യുക? പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യാൻ വേണ്ടി കയറുക, ഒരു ജൂനിയർ റിസർച്ച് ഫെലോ ആയിട്ട്. അതായത് അവരെ പ്രൊജക്റ്റ് എന്ന ഫണ്ടിങ്, നിങ്ങളെ ഈ CSIR ഫണ്ട് എന്നല്ല. ഓക്കെ, അവരെ പ്രൊജക്റ്റിൽ നിന്നുള്ള ഫണ്ട് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് നേരെ എന്ത് ചെയ്യാം? ഒരു 2 വർഷമോ 1.5 വർഷം നിങ്ങൾ വർക്ക് ചെയ്താൽ മതി. അത്യാവശ്യം സ്കില്ലാണ് ആവശ്യം. ഓക്കെ, നിങ്ങൾക്ക് റിസർച്ച് പബ്ലിക്കേഷനുകളുടെ എണ്ണം 2ാമത് മാത്രമേ ആൾക്കാർ പരിഗണിക്കാൻ വേണ്ടി പോകുന്നുള്ളൂ. ഓക്കെ, അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സ്കില്ല് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നിങ്ങളെ ഫാക്കൽറ്റി റെഡി ആണെങ്കിൽ, ഞാനിപ്പോൾ ഒരു ഫാക്കൽറ്റിയാണ്, നിങ്ങൾ എൻ്റെ അണ്ടറിലാണ് പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ഒരു പ്രൊജക്ട് അസിസ്റ്റന്റ് അസോസിയേറ്റ് ആയിട്ട് എൻ്റെ ഒരു പ്രൊജക്റ്റിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്. ചിലപ്പോൾ ബേസിക്കലി എൻ്റെ ഫീൽഡ് കെമിക്കൽ ബയോളജിയാണ്. അപ്പോൾ ഞാനൊരു കെമിക്കൽ ബയോളജിസ്റ്റ് ആണെങ്കിൽ എന്താണ് എൻ്റെ ഫീൽഡിൽ റിസർച്ച് വർക്ക് കൃത്യമായി നടന്ന് ഒരു പേപ്പറൊക്കെ ഔട്ട് ചെയ്യണമെങ്കിൽ ഒരു 2 കൊല്ലം മിനിമം വേണം എന്നുള്ളത് എനിക്ക് നല്ല ധാരണയുണ്ടാവും. അപ്പോൾ നിങ്ങൾ എൻ്റെ അണ്ടറിൽ വന്ന് 1.5 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ട് നിങ്ങളെ ഷേപ്പ് ചെയ്ത് കഴിഞ്ഞു.
നിങ്ങൾ സ്പെക്ട്രോസ്കോപ്പി എല്ലാ ടെക്നിക്കുകളും പഠിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാ അസൈസും ചെയ്യാൻ വേണ്ടി പഠിക്കുന്നു, എല്ലാ റിയാക്ഷൻസും ഉണ്ടാക്കാൻ, അതായത് പുതിയ മോളിക്യൂൾസ് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ പഠിക്കുന്നു. അങ്ങനെ എൻ്റെ ലാബുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും നിങ്ങൾ വളരെ എഫക്റ്റീവായി വർക്ക് ചെയ്യുന്നു എന്ന് കാണുന്ന ഒരു പോയിന്റിൽ നിങ്ങൾക്ക് പുറത്ത് പോകണം എന്നുള്ളൊരു ആഗ്രഹം നിങ്ങൾ എൻ്റെ അടുക്ക വന്ന് പറയുകയാണെങ്കിൽ, ഫോർ ഷുവർ ഞാൻ എന്ത് ചെയ്യും, നിങ്ങളെ റെക്കമെൻഡ് ചെയ്യും, നിങ്ങളെ റെഫർ ചെയ്യും. അപ്പോൾ ഞാൻ നിങ്ങളോട് സ്വാഭാവികമായിട്ടും പറയുന്ന കാര്യം, നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങൾ ഇഷ്ടപ്പെട്ട ഫാക്കൽറ്റി പൂളിനെ എനിക്ക് തരൂ, അല്ലെങ്കിൽ ഏത് ഫാക്കൽറ്റിയുടെ അണ്ടറിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്, അപ്പോൾ റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ റെഫറൻസ് ലെറ്ററിൽ എൻ്റെ പേര് വെക്കൂ, ഞാൻ നിങ്ങളെ നല്ല രീതിയിൽ പറഞ്ഞ് പുഷ് ചെയ്ത് അവിടെ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അങ്ങനെയാണ് ഒരു സൈഡ് വർക്ക് ചെയ്യുന്നത്. മറ്റൊരു സൈഡ് ഈ JRF ആയിട്ട് SRF PhD കംപ്ലീറ്റ് ചെയ്ത് പോസ്റ്റ് ഡോക്കിന് പോയി അങ്ങനെ ഒരു ലെവലിൽ വർക്ക് ചെയ്യും. ഞാൻ എൻ്റെ ലൈഫ് കണ്ടിരുന്നത് ബേസിക്കലി, അതെനിക്ക് ഇവിടെ എന്തായാലും പറയണം നല്ല താല്പര്യമുണ്ട്. ഞാൻ ബേസിക്കലി എൻ്റെ ലൈഫ് കണ്ടിരുന്നത്, ഞാൻ 2015 തൊട്ട് 18 വരെ പയ്യന്നൂർ കോളേജിലാണ് പഠിച്ചത്, BSc കെമിസ്ട്രി. അന്ന് എനിക്ക് അറിയില്ലായിരുന്നു എങ്ങനെയാണ് ഇന്റേൺഷിപ്പിന് അപ്ലൈ ചെയ്യാം, എങ്ങനെയാണ് പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. എൻ്റെ BSc പ്രൊജക്റ്റ് എന്ന് പറയുന്നത് മിൽക്കിലെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് മിൽക്കിലെ പ്രോട്ടീൻ കണ്ടന്റ് പഠിക്കലായിരുന്നു. അത് ഞാൻ കാര്യമായിട്ട് ഇൻവോൾവ് ചെയ്ത പ്രോജക്റ്റ് ഒന്നല്ല, അത് വളരെ സിമ്പിൾ പ്രോജക്റ്റ് ആയിരുന്നു. പക്ഷെ അത് വെച്ചിട്ട് നമുക്ക് എവിടെയും നമ്മളെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി പറ്റൂല. കാരണം അത് എക്സിസ്റ്റിംഗ് ആണ് ആ പ്രൊസീജിയർ, അല്ലെങ്കിൽ എല്ലാം എക്സിസ്റ്റിംഗ് ആണ്, അതിൽ പുതിയൊരു സ്കില്ല് എനിക്ക് പഠിക്കാൻ വേണ്ടി ഇല്ല. അപ്പൊ അങ്ങനെ ഒരു പ്രയാസം ഉണ്ട് നമുക്ക് ബേസിക്കലി. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു സ്കില്ല് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ പ്രൊജക്റ്റുകൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഘട്ടം. ഓക്കെ, പിന്നെ എന്ത് ചെയ്തു, ഞാൻ MSc കഴിയുന്നു, MScക്ക് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ അഡ്മിഷൻ കുസാറ്റിലാണ് കിട്ടിയത്. കുസാറ്റിൽ പോയി പഠിച്ചു, 2 വർഷം പഠിച്ചു. അപ്പൊ എൻ്റെ മൈൻഡിൽ എന്ന് പറയുന്നത് JRF കിട്ടണം എന്നുള്ളതാണ്. JRF കിട്ടി. JRF കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ മൈൻഡിലുള്ളത് ഒന്നുകിൽ പുറത്ത് PhD ചെയ്യാൻ വേണ്ടി പോകണം, അതായത് അബ്രോഡ് PhDക്ക് പോകണം, അല്ലെങ്കിൽ നാട്ടിൽ നിൽക്കണം. എൻ്റെ ലൈഫിൽ ഞാൻ എടുത്തിട്ടുള്ള ഡിസിഷനിൽ ഒരേ ഒരു ഡിസിഷൻ മാത്രമാണ്, ഞാൻ നാട്ടുകാരെ വാക്ക് കേട്ടെടുത്തൊരു ഡിസിഷനാണ്. JRF കിട്ടിയ ഉടനെ ഇന്ത്യയിൽ തന്നെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുക. ഐസർ പുനെയിൽ അഡ്മിഷൻ കിട്ടി PhDക്ക്. അപ്പോൾ ഐസർ പുനെയിൽ പോയിട്ട് PhD ചെയ്യുക എന്നുള്ളൊരു മൈൻഡ്. ഐസർ പുനെനെ പറ്റി അന്വേഷിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു കിടിലനാണ്, ഗംഭീരമാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ കിടിലനായിരുന്നു, ഗംഭീരമായിരുന്നു. പക്ഷെ എൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ് എന്നെ അതിന് അനുവദിച്ചില്ല, സുഖം ഉണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് എന്തായി, സ്വാഭാവികമായിട്ടും PhD ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു 1.5 വർഷത്തിന് ശേഷം. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേജ് എത്തി നിന്നു ഞാൻ. അവിടെ ഞാൻ സ്റ്റോപ്പായി. ഓക്കെ, പക്ഷെ ഞാൻ അവിടെ സ്റ്റോപ്പ് ആയിരുന്നില്ലെങ്കിൽ, ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന 5 കൊല്ലം കൊണ്ടൊന്നും ഞാൻ വർക്ക് ചെയ്ത ലാബിൽ നിന്ന് വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ഇറങ്ങാൻ വേണ്ടി പറ്റൂല. ഒരു 6-7 വർഷം എടുക്കാൻ സാധ്യതയുണ്ട്. ബട്ട് സ്റ്റിൽ ഞാൻ പുറത്തു പോയി ആയിരുന്നെങ്കിൽ ഞാൻ ഓഫ് കോഴ്സ് പോസ്റ്റ് ഡോക്ക് ചെയ്യുമായിരുന്നു. ഓഫ് കോഴ്സ് 2 വർഷത്തെ പോസ്റ്റ് ഡോക്കിന് ശേഷം ഞാൻ നാട്ടിലേക്ക് വരുമായിരുന്നു. നാട്ടിലെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസർഷിപ്പ് ഉണ്ടെങ്കിൽ അതിലേക്ക് ഞാൻ എത്തിപ്പെടുമായിരുന്നു. ഞാൻ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായി ഇരിക്കുമായിരുന്നു. കുട്ടികളെ ഞാൻ ഇതുപോലെ മോട്ടിവേറ്റ് ചെയ്യുമായിരുന്നു എന്നുള്ളതാണ് ഞാൻ സ്വപ്നം കണ്ടിട്ടുള്ള എൻ്റെ ഒരു ഡയറക്ഷൻ ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. എല്ലാം എല്ലായ്പ്പോഴും നടക്കണമെന്നില്ലല്ലോ. ഇപ്പൊ ഞാൻ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, അതിൽ സന്തോഷമുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ CSIR JRF പരീക്ഷ എന്ന് പറയുന്നത് ടഫാണോ ചോദിച്ചു കഴിഞ്ഞാൽ ടഫാണ്. ആർക്ക് ടഫാണ്? പഠിക്കാതെ പോയാൽ ടഫാണ്. പഠിക്കാതെ പോയാൽ ടഫാണ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് 4 സെക്ഷൻ ഉണ്ട്. ഈ 4 സെക്ഷനും വളരെ നല്ല രീതിയിൽ പഠിച്ചു പോണം എന്നുള്ളതിലുപരി, ഏതൊക്കെ ടോപ്പിക്കുകൾ നിങ്ങളെ കംഫർട്ട് സോണിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റുന്നോ അതൊക്കെ പഠിച്ചു പോകണം എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ അങ്ങോട്ടേക്ക് വരാം. ഞാൻ റിസർച്ച് കരിയർ ഓപ്പർച്യൂണിറ്റിനെ പറ്റി ഞാൻ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ, PhD അഡ്മിഷൻ, റിസർച്ച് സയന്റിസ്റ്റ് ഒക്കെ ആവാം. പിന്നെ ഇതിന്റെ എലിജിബിലിറ്റിയും കൂടെ പറഞ്ഞ് ഞാൻ അങ്ങോട്ടേക്ക് പോവാം. എലിജിബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു റെലവെന്റ് ഡിഗ്രി ഇൻ കെമിസ്ട്രി എന്നാണ് പറയുന്നത്. നേരെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ NEP വന്നതുകൊണ്ട് പുതിയ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട്, അതായത് എങ്ങനെയാണ് കരിക്കുലം മാറുന്നത്, അതിനനുസരിച്ച് എങ്ങനെയാണ് നോട്ടിഫിക്കേഷൻ വരുന്നത് എന്ന് നമ്മൾ വളരെ എക്സൈറ്റഡ് ആയിട്ട് നോക്കി കാണുകയാണ്. കാരണം FIUGP വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 4th ഇയറിൽ 75% മാർക്ക് ഉണ്ടെങ്കിൽ നെറ്റ് എഴുതാനുള്ള ഒരു എലിജിബിലിറ്റി കൊടുക്കാമെന്നുള്ള തരത്തിലൊരു വാക്ക് കേട്ടിരുന്നു. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം അതിനെപ്പറ്റി സംസാരിക്കാം. അതല്ലാതെ നമുക്ക് MSc പഠിക്കുന്ന സമയത്ത് പരീക്ഷ എഴുതാം. ഓക്കെ, നിങ്ങൾ ഇനി MSc ഫസ്റ്റ് ഇയർ ആണോ സെക്കൻഡ് ഇയർ ആണോ എന്നുള്ള വേവലാതി ഒന്നും വേണ്ട, നിങ്ങൾ പരീക്ഷ എഴുതുക. പരീക്ഷ എഴുതിയിട്ട് നമുക്ക് എന്താണ് കാര്യം, ഈ സർട്ടിഫിക്കറ്റിന് വാലിഡിറ്റി, നിങ്ങൾ CSIR നെറ്റ് അല്ലെങ്കിൽ JRF കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് എത്ര ദിവസത്തേക്കാണ്, സോറി എത്ര വർഷത്തേക്കാണ്? 2 വർഷത്തേക്കാണ് ഇതിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ 2 വർഷത്തേക്ക് നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി ഉണ്ട്. അതിനുള്ളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് JRFന്റെ ഫെലോഷിപ്പ് കിട്ടും. ഓക്കെ, അതായത് ആ സർട്ടിഫിക്കറ്റ് യൂട്ടിലൈസ് ചെയ്യാൻ 2 വർഷം നിങ്ങൾക്ക്
അവസരമുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇനി അതേപോലെ മിനിമം മാർക്ക് എന്ന് പറയുന്നത് നമുക്ക് JRF എല്ലാ വർഷവും ഒരു കട്ട് ഓഫ് ഉണ്ടാവും. JRF ക്വാളിഫൈ ചെയ്യാൻ ഇത്ര കട്ട് ഓഫ്, അതേപോലെ നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ ഇത്ര കട്ട് ഓഫ്. ബേസിക്കലി അതൊരു 5-10 മാർക്ക് വേരിയേഷനിലാണ്. നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ ഇപ്പോൾ 90 മാർക്കാണെങ്കിൽ JRF ക്വാളിഫൈ ചെയ്യാൻ 100 മാർക്ക് വേണം. അങ്ങനെയുള്ള തരത്തിലാണ് നിലവിലെ കാര്യം പോകുന്നത്. പിന്നെ ഏജ് റിലാക്സേഷൻസ് ഉണ്ട്. ഏജ് റിലാക്സേഷൻസ് 30 വയസ്സ് വരെ നിങ്ങൾക്ക് JRF എഴുതാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. സോറി, 30 വയസ്സ് എന്ന് പറയുന്നത് കാറ്റഗറി റിലാക്സേഷൻസ് കൂടെ ഇൻവോൾവ് ചെയ്യുന്നതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റ് ഏജ് ലിമിറ്റിനെ പറ്റി ഞാൻ പിന്നീട് ഒരു അവസരത്തിൽ പറയാം. ഇവിടെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് ഇതാണ് പ്രധാനപ്പെട്ടത്. പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി, 3 പാർട്ടാണ് നമുക്കുള്ളത്. ഈ 3 പാർട്ടിലും കൂടെ നമുക്ക് ആകെ വരുന്ന മാർക്ക് എന്ന് പറയുന്നത് 200 മാർക്കാണ്. 200 മാർക്ക്. 200-ല് 120 മാർക്ക് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ ഫോർ ഷുവർ നിങ്ങൾക്ക് JRF ആണ്. ഓക്കെ, 200-ല് 120 മാർക്ക് വാങ്ങിയാൽ നിങ്ങൾക്ക് JRF ആണ്. അപ്പൊ പാർട്ട് എയില് ആകെ 20 ചോദ്യങ്ങളുണ്ട്. പാർട്ട് എയിൽ ആകെ 20 ചോദ്യങ്ങളുണ്ട്. അതിൽ 15 മാത്രമേ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യേണ്ടതുള്ളൂ. പാർട്ട് ബിയില് 40 ചോദ്യങ്ങളുണ്ട്. അതിൽ 35 മാത്രമേ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യേണ്ടതുള്ളൂ. പാർട്ട് സിയില് 60 ചോദ്യങ്ങളുണ്ട്. അതിൽ 25 ചോദ്യങ്ങൾ മാത്രമേ അറ്റൻഡ് ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളുണ്ട്. അതായത് എത്ര ചോദ്യങ്ങളുണ്ട് മൊത്തം എത്ര ചോദ്യങ്ങളുണ്ട്? 120 ചോദ്യങ്ങളുണ്ട് അല്ലെ? 120 ചോദ്യങ്ങളിൽ നിന്നും നമുക്ക് എത്ര പോരെ ചോദ്യങ്ങളാണ് അറ്റൻഡ് ചെയ്യാനുള്ളത്? എത്ര പോരെ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടതുള്ളൂ? വളരെ കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുക വളരെ ഈസിയാണ് ഈ 120 മാർക്ക് വാങ്ങാൻ എന്നുള്ളത്. ഓക്കെ, വളരെ ഈസിയാണ്. അതായത് ഇനി ഇതിന്റെ മാർക്ക് പെർ സെക്ഷൻ നോക്കാം. പാർട്ട് എയില് ആകെ 30 മാർക്കാണ് വരിക. പാർട്ട് എയില് ആകെ 30 മാർക്കാണ് വരിക. പാർട്ട് ബിയിൽ ആകെ 70 മാർക്കാണ് വരിക. പാർട്ട് സിയിൽ ആകെ 100 മാർക്കാണ് വരിക. പാർട്ട് എൻ്റെയും ബിൻ്റെയും കേസിൽ 2 മാർക്കാണ് ഒരു ചോദ്യത്തിന് വരിക. പാർട്ട് സിന്റെ കേസിൽ 4 മാർക്കാണ് വരിക. ഓക്കെ, പാർട്ട് സിന്റെ കേസിൽ 4 മാർക്കാണ് വരിക. പാർട്ട് എയില് നെഗറ്റീവ് മാർക്കിംഗ് 0.5 ആണ്. പാർട്ട് സിയിൽ നെഗറ്റീവ് മാർക്കിംഗ് 1 ആണ്. ഓക്കെ, പാർട്ട് സിയിൽ നെഗറ്റീവ് മാർക്കിംഗ് 1 ആണ്. മാക്സിമം സ്കോർ എന്ന് പറയുന്നത് 200 മാർക്കാണ്. എല്ലാം ഒരു കാൽക്കുലേഷന്റെ ഗെയിമാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് നിങ്ങളുടെ ഫേവറേറ്റ് ടോപ്പിക്കുകൾ ആദ്യം ലിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ഇന്ന് തന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു പേപ്പർ എടുത്തിട്ട് ഫിസിക്കൽ, ഓർഗാനിക്, ഇൻഓർഗാനിക് 3 സെക്ഷൻ ആക്കാം. പാർട്ട് എ അവിടെ വെച്ച് ഓക്കെ, പാർട്ട് എ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ വേറൊരു കോളാക്കാം, അത് നിർബന്ധമില്ല. അപ്പോൾ ഫിസിക്കൽ, ഓർഗാനിക്, ഇൻഓർഗാനിക് എന്ന് കോളാക്കാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഇതുവരെ നിങ്ങൾക്കുള്ളതിൽ വെച്ച് കംഫർട്ടബിൾ ആണ് എന്ന് തോന്നുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എങ്ങനെ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഫിസിക്കൽ, ഓർഗാനിക്, ഇൻഓർഗാനിക് എന്ന് എഴുതിയാൽ ഫിസിക്കലിൻ്റെ കേസിൽ ഞാൻ ആദ്യം എഴുതുന്ന ടോപ്പിക് ഏതാ? സോളിഡ് സ്റ്റേറ്റ് ആയിരിക്കും. എൻ്റെ കേസാണ് ഞാൻ പറയുന്നത്, സോളിഡ് സ്റ്റേറ്റ് ആയിരിക്കും. രണ്ടാമത്തെ കേസിൽ ഞാൻ എഴുതാൻ വേണ്ടി പോകുന്ന ടോപ്പിക്ക് കൈനറ്റിക്സ് ആയിരിക്കും, കെമിക്കൽ കൈനറ്റിക്സ്. മൂന്നാമത്തെ കേസിൽ ഞാൻ ഇലക്ട്രോ കെമിസ്ട്രി എഴുതും. പെട്ടെന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ വേണ്ടി പറ്റൂലെങ്കിലും എനിക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ഞാനൊന്ന് നോക്കിയാൽ റിവൈസ് ചെയ്തെടുത്താൽ എനിക്ക് എഴുതാൻ വേണ്ടി പറ്റും എന്ന് ഡീൽ ചെയ്യാൻ വേണ്ടി തോന്നുന്ന ടോപ്പിക്കുകൾ പിന്നെ മെല്ലെ മെല്ലെ എഴുതി വരിക. അത്രയും കോൺഫിഡൻ്റ് ആയത് ആദ്യം എഴുതാം. പിന്നെ ഞാൻ എഴുതാം ഫിസിക്കൽ സ്പെക്ട്രോസ്കോപ്പി. പിന്നെ ഞാൻ പിന്നെ ഞാനൊരു ഗ്രൂപ്പ് തിയറിയും കൂടെ എഴുതും. മതി, 5 ടോപ്പിക് അവിടെ വെച്ചു. ബാക്കിയുള്ള ടോപ്പിക്ക് നിങ്ങൾക്ക് അത്ര കോൺഫിഡൻ്റ് അല്ലാത്തതുകൊണ്ട് നിങ്ങൾ എഴുതാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല, അവിടെ നിൽക്കട്ടെ. ഇത് ജസ്റ്റ് നിങ്ങളൊരു തിരിച്ചറിവിന് വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് തന്നെ നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ എന്ത് ചെയ്തു? ഓർഗാനിക്കിൻ്റെ കേസിൽ എനിക്കറിയുന്ന ടോപ്പിക് ഏതാ? ഞാൻ പറയും റിയേജൻസിൽ ഓക്സിഡേഷനും റിഡക്ഷനും അതിന് ഉപയോഗിക്കുന്ന എല്ലാ റിയേജൻസിനെയും ഞാൻ ഏകദേശം ലിസ്റ്റ് ചെയ്യും എന്നുള്ള കോൺഫിഡൻസ് എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ അത് എഴുതി. പിന്നെ ഞാൻ എഴുതും റീഅറേഞ്ച്മെന്റ്സ് എഴുതും. പിന്നെ ഞാൻ ബയോമോളിക്യൂൾസ് എഴുതും. പെരിസൈക്ലിക് എഴുതും. പിന്നെ ഞാൻ എഴുതും ഫോട്ടോ കെമിസ്ട്രി എഴുതും. അതെല്ലാം ആരോ ഇതിൽ വരച്ചിടുന്നുണ്ട്, അവർ വരച്ചിടല്ലേ. നിങ്ങളെ സിസ്റ്റത്തിൽ ചിലപ്പോൾ ഒരു പെന്നുണ്ടാവും, ആ പെന്നുകൊണ്ട് അറിയാണ്ട് വരയ്ക്കുന്നതായിരിക്കും.
ഓക്കെ, ആരാ വരച്ചിട്ടത്? ഓക്കെ, ഇറ്റ്സ് ഓക്കെ, കൂൾ കൂൾ, കുഴപ്പമില്ല കുഴപ്പമില്ല. പെട്ടെന്ന് അങ്ങനെ വരച്ചിടല്ലേ പറയുമ്പോൾ ചിലപ്പോൾ ലെഫ്റ്റ് ആയിട്ട് പോകും. അങ്ങനെ പോകണ്ട കേട്ടോ, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഫോട്ടോ കെമിസ്ട്രി അങ്ങനെയുള്ള ടോപ്പിക്കുകൾ ഞാൻ എഴുതും. ഓക്കെ, പിന്നെ ഹെട്രോസൈക്ലിക് വേണമെങ്കിൽ എഴുതാം, ഹെട്രോസൈക്ലിക് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, പിന്നെയുള്ളത് ഇനോർഗാനിക് ഞാൻ എടുത്തു കഴിഞ്ഞാൽ എന്തായാലും ഞാൻ കോർഡിനേഷൻ എഴുതും, ബയോ ഇനോർഗാനിക് എഴുതും, പിന്നെ ഏതാ ഓർഗാനോ മെറ്റാലിക്സ് എഴുതും. ഇത് ഞാൻ ലൈവായിട്ട് ഇവിടെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക, ഇത് ഞാൻ ലൈവായിട്ട് എഴുതിക്കൊണ്ടിരിക്കുക. ഓക്കെ, ഓർഗാനോ മെറ്റാലിക്സ് എഴുതും. പിന്നെ ഒരു ആഡംബരത്തിന് ഞാനൊരു എഫ് ബ്ലോക്കും കൂടെ ഞാൻ അതിൽ എഴുതും. ഓക്കെ, ഇപ്പം ഞാൻ ഇവിടെ എഴുതിയ ടോപ്പിക്കുകൾ ഏകദേശം 6, 5, 11, 4, 15 ടോപ്പിക്കുകളാണ്. ഓക്കെ, ഇതുപോലെ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് എടുത്ത് പറയാനും, അതായത് ഇതൊക്കെ ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് എടുത്ത് പറഞ്ഞതാണ്. ഇപ്പം ഈ ഒരു ക്ലാസ്സിന് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്ത ഒരു സാധനം അല്ല അത്. ഓക്കെ, അപ്പോൾ നമുക്കറിയുന്ന ടോപ്പിക്കുകളെ പറ്റി, അതായത് ഒന്ന് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിലെ ചോദ്യങ്ങൾ ആൻസർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും അതിലൊരു ഉത്തരത്തിലേക്ക് എത്തിക്കാം എന്നുള്ള കോൺഫിഡൻസ് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അതാണ് നെറ്റ് പരീക്ഷയിലെ പ്രധാനം. ഇനി നെറ്റ് പരീക്ഷയ്ക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ പരീക്ഷയ്ക്കും പ്രിപ്പയർ ചെയ്യുക എന്നാണ് അർത്ഥം. നെറ്റിന് വാലായിട്ട് ഗേറ്റ് പരീക്ഷ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഗേറ്റിന് സിലബസ് വേറെ ആയിരിക്കില്ലേ, ഗേറ്റിന് കട്ട് ഓഫ് വേറെ അല്ലേ, ഗേറ്റിന്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ വേറെ അല്ലേ? കൺസെപ്റ്റ് എന്ന് പറയുന്ന എല്ലാ പരീക്ഷയ്ക്കും സെയിമാണ്, സയൻസ് ആണ് ബേസിക്കലി. ഇനി ഫണ്ടമെന്റൽ കൺസെപ്റ്റ് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ആ ഫണ്ടമെന്റൽ കൺസെപ്റ്റിന് മുകളിൽ നിന്ന് മാത്രമേ ബാക്കിയുള്ളത് ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നെറ്റ് പരീക്ഷയ്ക്ക് പഠിക്കുന്ന സമയത്ത് ശ്രമിക്കുക തന്നെ വേണ്ടത്. എല്ലാ ടെക്സ്റ്റ് ബുക്കുകളും നമ്മൾ എന്ത് ചെയ്യണം, പരമാവധി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അതിപ്പോൾ ഫിസിക്കൽ നോക്കുകയാണെങ്കിൽ അറ്റ്കിൻസ് വായിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഓക്കെ, ഇനോർഗാനിക് നോക്കുകയാണെങ്കിൽ ഹ്യൂഹി വായിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഞാൻ ഇങ്ങനെ ടെക്സ്റ്റിന്റെ പേരെടുത്ത് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും പേടിക്കണ്ട, കാരണം നമുക്കിത് അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തിട്ടുള്ള കണ്ടന്റ് ആണ് നമ്മുടെ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, അതായത് നിങ്ങൾ ഈ ടെക്സ്റ്റ് ബുക്ക് കുത്തിയിരുന്ന് വായിക്കാൻ എടുക്കുന്ന സമയത്തിന്റെ 10-1 സമയം മതി ഈ കണ്ടന്റുകൾ കേൾക്കാനും അത് ഗ്രാസ്പ് ചെയ്യാനും വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പൊ സ്റ്റീരിയോ കെമിസ്ട്രി പറയുകയാണെങ്കിൽ നിങ്ങൾ ഇന്ത്യൻ ഓതേഴ്സിൽ PS കാൾസി നിർബന്ധമായിട്ടും വായിച്ചിരിക്കണം സ്റ്റീരിയോ കെമിസ്ട്രി. പക്ഷേ സ്റ്റീരിയോ കെമിസ്ട്രി നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു 13 ക്ലാസ് മതിയാവും, ഒരു 13 ക്ലാസ് മാക്സിമം മതിയാവും. ഓക്കെ, അത് അധികമാണ്, 13 എന്ന് പറയുന്ന നമ്പർ അധികമാണ്. 10 ക്ലാസ് മാക്സിമം മതിയാവും സ്റ്റീരിയോ കെമിസ്ട്രി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഓർഗാനിക്കിന്റെ കേസിൽ ക്ലെയ്ഡൻ നമ്മളെ ബൈബിള് പോലെയാണ് ഓർഗാനിക്കിൽ. അപ്പോൾ ക്ലെയ്ഡൻ നമ്മൾ വായിച്ചിരിക്കണം എന്ന് പറയുന്നത് നമ്മൾ അതിന്റെ ഇൻ ആൻഡ് ഔട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ ടോപ്പിക്കുകളും പഠിക്കുകയാണെങ്കിൽ നമുക്ക് ആരോടും ഏത് നട്ടപ്പാരിക്കും പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റും, എനിക്ക് ഇന്ന ടോപ്പിക്കൊക്കെ എനിക്കറിയാം, ഈ ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ആൻസർ ചെയ്യും. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യത്തെ ഒരു 6 മാസം മൊത്തം, ഞാനിത് ഒരു വർഷത്തെ പ്രിപ്പറേഷന്റെ കാര്യമാണ് പറയുന്നത്. ഒരു വർഷം നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ആദ്യത്തെ പരീക്ഷ എഴുതാൻ വേണ്ടി പോകുന്ന സമയത്ത് നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളിൽ നിന്നുള്ള ഒരു ചോദ്യം പോലും മിസ്സാക്കാതെ നിങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റിയിരിക്കണം. ഓക്കെ, അതായത് 1-2 എണ്ണം മിസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കണ്ട, ടെൻഷൻ അടിക്കണ്ട. പക്ഷേ പരമാവധി നിങ്ങൾ 100% ആത്മാർത്ഥത ആ പരീക്ഷയിലെ ചോദ്യങ്ങളോട് പുലർത്തണം. അതായത് ഇപ്പോൾ നിങ്ങൾ ജൂൺ മാസം അല്ലെങ്കിൽ ജൂലൈ മാസം നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത പരീക്ഷ ഡിസംബറിലാണ്. ഡിസംബർ പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് ഇപ്പം ഒരു 10 ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ 10 ടോപ്പിക്കിന്റെ ഇൻ ആൻഡ് ഔട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണം. പരീക്ഷ അറ്റൻഡ് ചെയ്തിട്ട് മാർക്ക് എത്രയോ വിഷയാക്കണ്ട, കാരണം ഈ ഒരു 6 മാസം കൊണ്ട് ഇത് കിട്ടുമെന്നല്ല നിങ്ങൾ വിശ്വസിക്കുന്നത്. അടുത്ത ജൂൺ സെഷനിൽ നിങ്ങൾ ഇത് ക്രാക്ക് ചെയ്തിരിക്കണം, അത്രേ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതൊരു ലൈഫ് ലോങ് ബാച്ച് അല്ലെങ്കിൽ ലോങ് ടേം ബാച്ച് എന്നുള്ള രീതിയിൽ, ഒരു ലൈഫ് ടൈം സെറ്റിൽമെന്റ് എന്നുള്ള രീതിയിലാണ് സെറയിലെ ക്ലാസ്സുകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുക. അതായത് ഒരു തവണ, അതായത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് 6 മാസം കൊണ്ട് നിങ്ങൾ ഇത് പഠിച്ചു നേടിയില്ലെങ്കിൽ വീണ്ടും നിങ്ങൾ ഫീസ് കൊടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ട്. ഓക്കെ, ആ ഒരു അവസ്ഥ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സെറയിലെ ഈ ഒരു ബാച്ച് നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു 6 മാസം കൊണ്ടല്ല, നമ്മൾ ഏകദേശം ഒരു 12 മാസം നമുക്ക് വേണ്ടി വരും. 1 വർഷം നമ്മൾ എങ്ങനെയും ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുന്നത് കൊണ്ട് യാതൊരുവിധ തെറ്റുമില്ല. പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പരിപാടി അല്ല ഇത്. ഓക്കെ, അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. സമാധാനത്തിൽ ദിവസവും ഡെയിലി നിങ്ങൾക്കൊരു റുട്ടീൻ ഉണ്ടായിരിക്കണം. നിങ്ങൾ രാവിലെ എണീക്കുന്നുണ്ടെങ്കിൽ രാവിലെ കൺസിസ്റ്റന്റ് ആയിട്ട് എണീക്കണം. ഓക്കെ, ഇനി നിങ്ങൾ രാവിലെ എണീക്കുന്നില്ല, കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല.
ഓക്കെ, നിങ്ങൾ റുട്ടീൻ സ്പെസിഫിക് ആയിരിക്കണം. നിങ്ങൾ കൃത്യമായിട്ട്, അതായത് നിങ്ങളൊരു ഷെഡ്യൂൾഡ് മനുഷ്യനാണോ എന്നുള്ളത് നിങ്ങൾ ഒന്ന് അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് കുറച്ചും കൂടെ ഞാൻ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ട് പറയാം. അതായത് നിങ്ങൾ രാവിലെ 6 മണിക്കോ 8 മണിക്കോ 10 മണിക്കോ എണീക്കുന്ന ഒരാളായിക്കോട്ടെ, നോ പ്രോബ്ലം. നിങ്ങൾ 10 മണിക്ക് എണീച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. നിങ്ങളെ ലൈഫ് സ്റ്റൈൽ നിങ്ങൾ വേറൊരാൾക്ക് വേണ്ടി മാറ്റേണ്ടതില്ല. പക്ഷെ നിങ്ങൾ പഠിക്കുന്ന സമയമുണ്ടെങ്കിൽ, നിങ്ങൾ പഠനയോഗ്യമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന സമയമുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ 10 മണിക്ക് എണീച്ചു, നിങ്ങളൊരു 11 മണി 12 മണിയാകുമ്പോഴത്തേക്ക് നിങ്ങൾ പഠിക്കാൻ ഇരിക്കുന്നു. ഓക്കെ, ഒരു 2 മണിക്കൂർ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക. ഓക്കെ, എപ്പോഴാണോ സമയം കിട്ടുന്നത് അത് വളരെ കൺസിസ്റ്റന്റ് ആയിട്ട്, സീറോ ഡിസ്ട്രാക്ഷൻസ്. ഫോണിൽ മെസ്സേജ് നോക്കാൻ വേണ്ടി പാടില്ല, ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്യാൻ പാടില്ല, യൂട്യൂബ് നോക്കാൻ വേണ്ടി പാടില്ല, നിങ്ങളെ മറ്റൊരാളുമായി സംസാരിക്കാൻ വേണ്ടി പാടില്ല. വീട്ടിലെ വാതിലടച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ലൈബ്രറിയിലോ, ഫോൺ ഉണ്ടെങ്കിൽ ഫോൺ വണ്ടിയിലോ അല്ലെങ്കിൽ ബാഗിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മൂലക്കെങ്കിലും നിക്ഷേപിക്കുക. അല്ല ഫോൺ നോക്കിയിട്ടാണ് ക്ലാസ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ ഫോൺ നോക്കിയിട്ടാണ് പഠിക്കുന്നതെങ്കിൽ അത് എന്തെങ്കിലും ഒരു സംവിധാനം, ബാക്കിയുള്ള ആപ്പുകളെ ഗ്രേ സ്കെയിലിൽ ഇടുകയോ അല്ലെങ്കിൽ അതിനെ ടൈമർ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയോ, അങ്ങനെ എന്തെങ്കിലും ഒരു മെക്കാനിസം നിങ്ങൾ അതിനു വേണ്ടി കണ്ടെത്തുക. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റൂ, ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റൂ. നിങ്ങൾ എത്ര പോരെ സമയമാണോ ഉപയോഗിക്കുന്നത് അത്ര പോരെ സമയം വളരെ എഫക്റ്റീവായി കൺസിസ്റ്റൻ്റായി യൂസ് ചെയ്തുകൊണ്ടേയിരിക്കുക. മെല്ലെ മെല്ലെ അത് കൂട്ടുക. ഇതിനു വേണ്ടി ആദ്യം നിങ്ങളെ വീട്ടുകാരെ പറഞ്ഞു മനസ്സിലാക്കണം. അതായത് നിങ്ങളിപ്പോൾ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വർക്ക് പ്ലേസിൽ നിന്നും നിങ്ങൾ ആടുന്ന് ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആളോട് സംസാരിക്കുന്ന പോലെ നിങ്ങളെ വീട്ടിലും സംസാരിച്ച്, ഞാൻ ഇതേപോലെ അടുത്ത ഒരു 6 മാസത്തേക്ക് ഞാൻ എൻ്റെ ജീവിതത്തിനെ നിർണ്ണയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കടമ്പയിലേക്ക് കടക്കുകയാണ് എന്ന് നിങ്ങൾ ചിലവർക്കെങ്കിലും വീട്ടുകാരോട് അങ്ങനെ പറയേണ്ടി വരും. നിങ്ങൾക്ക് തരുന്ന ഓരോ ഉറുപ്പയ്ക്കും വിലയുള്ള ആൾക്കാരായിരിക്കും വീട്ടുകാർ. അല്ലെങ്കിൽ നിങ്ങൾ ക്ലാസ് എടുത്തിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും പണിക്ക് പോയിട്ട് ഇപ്പോൾ ഒരു 10,000 സെറയിൽ കൊണ്ട് തന്നിട്ട് നിങ്ങൾ കോച്ചിങ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ വില നമുക്കറിയാം. ഓക്കെ, അതായത് ഉറുപ്പ്യക്ക് നമ്മൾ ചെലവാക്കുന്ന ഓരോ ഉറുപ്പ്യക്കും അതിൻ്റെതായിട്ടുള്ള വിലയുണ്ട് എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ആ ഓരോ ഉറുപ്പ്യക്കും നിങ്ങളും ബാധ്യസ്ഥരാണ്, ഞങ്ങളും ബാധ്യസ്ഥരാണ്. ഓക്കെ, അതിൻ്റെ 100% എഫേർട്ട് നമ്മളെ ഭാഗത്തുനിന്നുണ്ടാവും, അതിൻ്റെ 110% എഫേർട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവണം. അപ്പോൾ നിങ്ങളെ വീട്ടുകാരോട് നിങ്ങൾ പറയാം, ഞാൻ ഇതേ കണക്ക് പഠിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അടുത്ത ഒരു 6 മാസത്തേക്കോ ഒരു 12 മാസത്തേക്കോ എൻ്റെ ലൈഫ് ഞാൻ എങ്ങനെ മാറ്റും എന്നുള്ളത് എനിക്കറിയില്ല. ഞാനൊരു ട്രൈ നടത്തട്ടെ. ഈ ട്രൈ കൊണ്ട് എനിക്ക് നെറ്റ് കിട്ടുന്നില്ലെങ്കിൽ ഞാൻ ആ ഭാഗത്തേക്ക് ഇനി തിരിഞ്ഞു നോക്കുന്നില്ല. നിങ്ങൾ അവസാന വട്ടം, അതായത് കുറേ കാലം നെറ്റ് എഴുതിയിട്ട് അങ്ങോട്ടേക്ക് തിരിഞ്ഞു പോകാൻ വേണ്ടി പറ്റാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു വാക്കങ്ങ് പറയുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇതെൻ്റെ ഡെഡ് ലൈനാണ്. ഓക്കെ, ഇതിനപ്പുറത്തേക്ക് എനിക്കിനി കരിയർ ഇല്ല എന്നുള്ള തോന്നലിൻ്റെ പുറത്താണ് നമ്മുടെ കാര്യങ്ങളെല്ലാം നിർണ്ണയിക്കപ്പെടുന്നത്. ഓക്കെ, വാശി എന്ന് പറയുന്നത് അങ്ങനെ ആയിരിക്കണം. നമുക്ക് ആരെയും തോപ്പിക്കണ്ട. ഞാൻ സെറേൻ്റെ ഏതൊരു സെഷൻ ഉണ്ടെങ്കിലും, ഞാൻ ഏതൊരു കോളേജിൽ കുട്ടികളോട് സംസാരിക്കാൻ വേണ്ടി പോയാലും, ഏത് കരിയർ ഗൈഡൻസ് എടുക്കുന്നുണ്ടെങ്കിലും, ഏത് കോമ്പറ്റേറ്റീവ് പരീക്ഷനെ പറ്റി സംസാരിക്കുന്നുണ്ടെങ്കിലും ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം, നമുക്ക് ആരെയും തോപ്പിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഇതാ ഈ ഒരു പ്രോഗ്രാമിൽ നമുക്ക് ഏകദേശം ഒരു 35-40 ആൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ആരെയും തോപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ, നിങ്ങൾക്ക് ജയിച്ചാൽ മതി. നമുക്ക് ആരെയും തോപ്പിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ജയിച്ചാൽ മതി. അതായത് നമ്മൾ നമ്മളെ കാര്യം മാത്രം നോക്കിയാൽ മതി. മറ്റോൻ പഠിക്കുന്നുണ്ടോ, മറ്റോൻ പഠിക്കുന്നില്ലോ, അല്ലെങ്കിൽ അവര് നല്ലോണം പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ഞാൻ അത്ര പ്രിപ്പയർ ചെയ്യുന്നില്ല, അവർ ഒട്ടും പ്രിപ്പയർ ചെയ്യുന്നില്ല, ഞാനും അതേ കണക്ക് കളിച്ചാൽ മതി. അവർ ഫോണൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ, ഞാൻ ആ ഫോൺ ഉപയോഗിക്കാം. കമ്പാരിസൺ വേണ്ട, ഒരു പരിപാടിയും വേണ്ട. നിങ്ങൾ നിങ്ങളെ കാര്യം മാത്രം നോക്കുക. വളരെ സീരിയസ് ആയിട്ട് ഞാൻ പറയുന്നത്. മറ്റുള്ളവരെ പുറകെ പോയി കഴിഞ്ഞാൽ അവരെ പുറകെ പോവുക മാത്രമേ ഉള്ളൂ. നമ്മളെ കരിയർ എവിടെ എത്താൻ വേണ്ടി പോകുന്നില്ല. നമുക്ക് വേണ്ടിയിട്ടുള്ള റോഡ് നമ്മൾ ഉണ്ടാക്കിയിരിക്കണം. ഒരാളോടും നമ്മൾ വെറുതെ വിട്ട് സംസാരിക്കാൻ വേണ്ടി പാടില്ല. ഓക്കെ, അതേപോലെ നിങ്ങളെടുത്ത് ഒരു എമിനന്റ് പേഴ്സണാലിറ്റി വരുന്നുണ്ടെങ്കിൽ അവരെ പറ്റി A to Z കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അവരോട് സംസാരിക്കുക. ഒരു കാരണവശാലും വിട്ടുകൊടുക്കരുത്. ഓക്കെ, അതായത് A to Z കാര്യങ്ങൾ. ഇപ്പോൾ ഒരു സയന്റിസ്റ്റ് നിങ്ങളെ കോളേജിൽ വന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ ഇടയായി. അയാൾ എങ്ങനെ ചൂഷണം ചെയ്യണം എന്നുള്ളത് മാത്രമേ നമ്മൾ നോക്കേണ്ട ആവശ്യമുള്ളൂ. ഞാൻ നല്ല രീതിയിലാണ് പറയുന്നത്, എക്സ്പ്ലോയിറ്റ്, അതായത് നല്ല രീതിയിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യുക. സപ്പോസ് അയാളെ വർക്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അയാളെ ലാബിൽ ഒരു അവസരം തരുമോ, അല്ലെങ്കിൽ ഒരു ഇന്റേൺഷിപ്പ് ഒപ്പിച്ചു തരുമോ എന്നൊക്കെ വളരെ കൂളായിട്ട് ചോദിക്കാനുള്ള ഒരു എനർജി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതാണ് ഓറ ഫാമിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ വേണം നമ്മൾ മുന്നിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് 200 മാർക്കിൽ 120 മാർക്കാണ് വാങ്ങാനുള്ളത്. ആ 120 അല്ലെങ്കിൽ 140 റേഞ്ച് തന്നെ ഫിക്സ് ചെയ്തു. 140 മാർക്ക് വാങ്ങാൻ വേണ്ടി നമ്മൾ എങ്ങനെയൊക്കെ ഇതിനെ മാറ്റിയെടുക്കാം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമ്മളെ സിലബസ് ഓവർവ്യൂവിൽ ഓർഗാനിക്, ഇനോർഗാനിക്, ഫിസിക്കലാണ് വരിക. പാർട്ട് എന്റെ കേസ് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് കേസാണ്. പാർട്ട് എയിൽ
ജനറൽ ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ് അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് വരിക. കുറച്ച് മാത്സ് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട്, അതായത് അതിൽ നമുക്ക് 30 മാർക്കാണ് അതിൽ കിട്ടുക. ഓക്കെ, അതിലൊരു 10 ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ 200-ൽ 120-ൽ പിന്നെ നമ്മൾ 100 മാർക്ക് വാങ്ങാൻ വേണ്ടി ശ്രമിച്ചാൽ മതി. ഓക്കെ, പാർട്ട് സിയിൽ തന്നെ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ വളരെ നല്ല കാര്യമാണ്. അപ്പോൾ ബാക്കി ടോപ്പിക്കിലേക്ക് വരുന്ന സമയത്താണ് ഓർഗാനിക്, ഇൻഓർഗാനിക്, ഫിസിക്കൽ എന്ന് പറയുന്നത്. സാധാരണ കണ്ടുവരുന്ന ട്രെൻഡ് എന്ന് പറയുന്നത് എന്താ അറിയോ? സാധാരണ കണ്ടുവരുന്ന ട്രെൻഡ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഓർഗാനിക് നല്ലോണം പഠിക്കും, അല്ലെങ്കിൽ ഓർഗാനിക് ഇനോർഗാനിക് നല്ലോണം പഠിക്കും, ഫിസിക്കൽ പഠിക്കൂല, അല്ലെങ്കിൽ ഫിസിക്കൽ ഇനോർഗാനിക് നല്ലോണം പഠിക്കും, ഓർഗാനിക് തൊടൂല. ലൈക്ക് അങ്ങനെ അങ്ങനെ 2 ടോപ്പിക്ക് മാത്രം പഠിച്ചിട്ട് പോകുന്ന ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു കുറേ കാലമായിട്ട്. അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ട്രെൻഡ് കൊണ്ട് പ്രയോജനമില്ല എന്നുള്ളത് ഞാൻ MSc-യിലെ ആദ്യത്തെ എൻ്റെ നെറ്റ് എഴുതുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി. ഓക്കെ, ഞാൻ ആകെ പഠിച്ചത് ഇനോർഗാനിക് മാത്രമാണ്. ഓർഗാനിക് കുറച്ചറിയാന്നുള്ള അഹങ്കാരം ഉണ്ടായിരുന്നു. പരീക്ഷയ്ക്ക് പോയപ്പോൾ അത് തീർന്നു കിട്ടി. പിന്നെ ഒക്കെ സെൽഫ് പ്രിപ്പറേഷൻ ആയിരുന്നു. സെൽഫ് പ്രിപ്പറേഷനിൽ നമ്മൾ എങ്ങനെ ടാക്കിൾ ചെയ്യാം, ടോപ്പിക് എങ്ങനെ ടാക്കിൾ ചെയ്യാം, അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എങ്ങനെ അനലൈസ് ചെയ്യാം, അങ്ങനെയാണ് ഞാൻ പഠിച്ചു വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ ഏകദേശം എല്ലാ പരീക്ഷയ്ക്കും ഫോളോ ചെയ്യേണ്ടത് ആരായാലും. അപ്പോൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ നമുക്ക് പ്രധാനപ്പെട്ട ഞാൻ നേരത്തെ പറഞ്ഞ ടോപ്പിക്കുകളൊക്കെ ലൈക്ക് പെരിസൈക്ലിക്, ഫോട്ടോ കെമിസ്ട്രി, ബയോമോളിക്യൂൾസ് എന്തായാലും പഠിക്കണം. കാരണം അതിൽ നിന്ന് 1-2 ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ലൈക്ക് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ വരാം. ലൈക്ക് സിസ്റ്റീനെ പറ്റി ക്വസ്റ്റ്യൻ വരാം, ഗ്ലൈസീനെ പറ്റി ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ അങ്ങനെയുള്ള അതായത് എസെൻഷ്യൽ അമിനോ ആസിഡ്, നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്, അതിനൊക്കെ ചോദ്യങ്ങൾ വരാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ 2 മാർക്ക് പോയാൽ പോയി. ഓക്കെ, അതായത് നമുക്ക് അറിയാൻ വേണ്ടി പറ്റുന്ന, അതായത് ഒരു എഫേർട്ടും ഇല്ലാതെ പഠിക്കാൻ വേണ്ടി പറ്റുന്ന ടോപ്പിക്. ഇപ്പോൾ സപ്പോസ് ഹിൻസ്ബർഗ് റിയേജന്റ് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഞാനിപ്പോൾ നിങ്ങളോട് ഹിൻസ്ബർഗ് നിങ്ങൾക്ക് അറിയോ ഇല്ലയോ എന്നുള്ളത് എൻ്റെ വിഷയമല്ല. ഹിൻസ്ബർഗ് റിയേജന്റ് എന്ന് പറയുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഞാൻ ഡിസൈൻ ചെയ്യുന്നത് ഞാൻ പറയാം. ഹിൻസ്ബർഗ് റിയേജന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒറ്റയടിക്ക് എൻ്റെ ടോപ്പിക്ക് അമീൻസ് അല്ലെങ്കിൽ നൈട്രോ കോമ്പൗണ്ട്സ് ആ ഭാഗത്തേക്ക് എൻ്റെ തലച്ചോറെത്തുന്നു. ഓക്കെ, അതെൻ്റെ വായിൽ പെട്ടെന്ന് വരുന്നൊരു സാധനമാണ്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് കഴിഞ്ഞ് ഞാൻ ഇത് ഹിൻസ്ബർഗ് എന്ന് പറയുന്നത് ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ് ആണ്. അപ്പോൾ അതിൽ നമുക്ക് എന്ത് ഡിറ്റക്ട് ചെയ്യാം, പ്രൈമറി, സെക്കൻഡറി, ടെർഷറി അമീൻസിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. അതിനെ പറ്റിയിട്ടുള്ള ഫുൾ കാര്യങ്ങൾ നമ്മളെ മനസ്സിൽ വരും. ഓക്കെ, അങ്ങനെ ആയിരിക്കണം നമ്മൾ ഓരോ ടോപ്പിക്കും പഠിക്കേണ്ടത്. അതായത് സോൾഡ് സ്റ്റേറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മളെ മുന്നിൽ ഒരു സാധനം വേണം. ഏത് ടോപ്പിക്ക് പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ലൈക്ക് ഇപ്പോൾ അതൊരു സിമ്പിൾ ട്രിക്ക് ആയിട്ട് നമുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ട്രിക്ക് എന്നല്ല, അത് നമ്മൾ എന്തായാലും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതായത് ഏത് ടോപ്പിക് എടുക്കുമ്പോൾ കീ പോയിന്റ് നോട്ട് എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ പേജിൽ തന്നെ അത് പഠിച്ചു കഴിഞ്ഞിട്ടായാലും മതി, പഠിക്കുന്നതിന് മുമ്പേ അല്ല. ഇപ്പൊ നോട്ടെല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് അതിന് ശേഷം അതിലത്തെ എല്ലാ ഹെഡിങ്ങുകളും നിങ്ങൾക്ക് അറിയണം. ഓക്കെ, സോൾഡ് സ്റ്റേറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ക്രിസ്റ്റൽ ലാറ്റിസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണം, അതിലെ ബ്രേവിയസ് ലാറ്റിസിനെ പറ്റി നിങ്ങൾക്ക് അറിയണം, അതിലെ യൂണിറ്റ് സെൽസിനെ പറ്റി നിങ്ങൾക്ക് അറിയണം. പിന്നെ അതിൽ നമുക്ക് എഫിഷ്യൻസി, പാക്കിംഗ് എഫിഷ്യൻസിനെ പറ്റി നിങ്ങൾക്ക് അറിയണം, ഡെൻസിറ്റി ഓഫ് ദ ക്രിസ്റ്റൽസിനെ പറ്റി നിങ്ങൾക്ക് അറിയണം, ക്രിസ്റ്റൽ ഡിഫക്ട്സിനെ പറ്റി നിങ്ങൾക്ക് അറിയണം, സ്റ്റോഷ്യോമെട്രിക് ആൻഡ് നോൺ സ്റ്റോഷ്യോമെട്രിക് ഡിഫക്ട്സിനെ പറ്റി നിങ്ങൾക്ക് അറിയണം. അപ്പോൾ ഒരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ അതിൽ 10-12 ഇതേപോലെ ബുള്ളറ്റ് പോയിന്റുകൾ നമുക്ക് ഓർക്കാനുണ്ടാവും. ഓക്കെ, അപ്പോൾ സോൾഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഏകദേശം മൈൻഡിൽ പറയുന്നു 12 പോയിന്റുകളാണ് ഇതിൽ പഠിക്കാനുള്ളത്. ഓക്കെ, സോൾഡ് സ്റ്റേറ്റ് എന്ന് പറയാം. അതായത് ഒരു സിംഗിൾ പേജിലേക്ക് നിങ്ങൾ എൻറ്റയർ ചാപ്റ്ററിനെ കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റിക്കഴിഞ്ഞാൽ എക്സലന്റ്. എല്ലാവർക്കും പറ്റണമെന്നില്ല, ചില ടോപ്പിക്കിന് മാത്രമേ നിങ്ങൾക്ക് ചിലപ്പോൾ പറ്റണമെന്നുള്ളൂ. അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ യു ആർ എക്സലന്റ്. ഓക്കെ, വെറും 12 പോയിന്റുകൾ പഠിച്ചാൽ സോൾഡ് സ്റ്റേറ്റ് ആയി, അല്ലെങ്കിൽ 15 പോയിന്റുകൾ പഠിച്ചാൽ സോൾഡ് സ്റ്റേറ്റ് ആയി നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ യു ആർ ബ്രില്യൻറ്റ്. ഓക്കെ, അത് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതാണ്, നിങ്ങൾക്ക് മാത്രമേ അതിന് പറ്റൂ. അപ്പൊ അത്തരത്തിലേക്ക് ഓരോ ടോപ്പിക്കുകളും കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കണം. ഓക്കെ, പിന്നെയുള്ളത് നമുക്ക് പാസ്റ്റ് ഇയറിലുള്ള ക്വസ്റ്റ്യൻസിനെ പറ്റി നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റണം. എല്ലാ വർഷത്തെയും ക്വസ്റ്റ്യൻ പേപ്പറുകൾ സെറയിലെ ആപ്പിൽ നമ്മൾ സ്റ്റാക്ക് ചെയ്ത് വെക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ദിവസം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെറുതെ കിട്ടുന്ന സമയം എന്ന് പറയുന്നത് ലഞ്ച് ബ്രേക്കിന് ശേഷം 2 റീല് കാണാം എന്ന് വിചാരിച്ചിരിക്കുന്ന സമയം. ഓക്കെ, ലഞ്ച് ബ്രേക്കിന് ശേഷം 2 റീല് കാണാമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയം, അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് വർത്താനം പറയാം എന്ന് വിചാരിച്ചിരിക്കുന്ന സമയം എന്ത് ചെയ്യാം, നിങ്ങൾ ഒരു പഴയ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു 2020 ശേഷമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ 2020 ശേഷമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ഒരു പേപ്പറും കൂടി എടുക്കാം. എന്നിട്ട് അതിൽ ഒന്നാമത്തെ ചോദ്യം സോൾഡ് സ്റ്റേറ്റിൽ നിന്നാണ്, അത് മാർക്ക് ചെയ്യാം. സോൾഡ് സ്റ്റേറ്റ് എനിക്കിത് അറിയാമോ അറിയില്ലയോ, അല്ലെങ്കിൽ ടോപ്പിക് ഏതാണെന്ന് മനസ്സിലാക്കലാണ് ആദ്യത്തെ ഘട്ടം. അങ്ങനെ ഓരോ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും ഏതാണ് ടോപ്പിക്, സോൾഡ് സ്റ്റേറ്റ് എന്ന് വന്ന ചോദ്യം ഇതാണ്, ഓക്കെ, ഡെൻസിറ്റി കാണാനുള്ള ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്, അതിന് കുറച്ച് കാൽക്കുലേഷൻസ് ആവശ്യമുണ്ട്. അങ്ങനെ ഒരു പ്രോസസ്സ് നമ്മൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. നിങ്ങൾക്ക് ആ ടോപ്പിക് അറിയണമെന്നൊന്നുമില്ല,
ഓക്കെ. ഇപ്പോൾ റിയാക്ഷൻ മെക്കാനിസം വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ നിങ്ങൾക്കറിയാം പിനോക്കൊളോൺ റീഅറേഞ്ച്മെന്റ് ആണ്. റീഅറേഞ്ച്മെന്റ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് തോന്നും ഓക്കെ ഇത് നിങ്ങൾക്കറിയാം, ജസ്റ്റ് മാർക്ക് ചെയ്യുക ഇതെനിക്കറിയാം പക്ഷെ സോൾവ് ചെയ്യാൻ കിട്ടുന്നില്ല. അതിനെന്തെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള സിമ്പിൾ ഉപയോഗിക്കാം. അറിയാമെന്നുള്ളതിന്, അതായത് എന്തായാലും സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് ചെറിയൊരു കോൺഫിഡൻസ് ഉള്ളതിന് ടിക്ക് ഉപയോഗിക്കാം. തീരെ അറിയില്ലെങ്കിൽ ഇൻറ്റു ഉപയോഗിക്കാം. ഇത് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ളത് റൗണ്ട് ഉപയോഗിക്കാം. ഓക്കെ, അങ്ങനെ ആ, ആ, ഒരു ലേണിംഗ് മെത്തേഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതാണെങ്കിൽ അതെപ്പോൾ നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിരിക്കും. അത് ഇനി നെറ്റ് ആയിക്കോട്ടെ, PSC ആയിക്കോട്ടെ, ഗേറ്റ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ. ഇനി വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യമുള്ളത്, നിങ്ങൾ ഈ നെറ്റിന് പഠിക്കുകയാണെങ്കിൽ ഇതേ കാര്യങ്ങളാണ് ഗേറ്റ്, PSC, UPSC, ബാർക്ക്, മറ്റു പല പരീക്ഷകൾക്കുള്ളത്. അത് ചോദിക്കുന്ന ശൈലികളും രീതികളും മാറും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ വൺസ് നിങ്ങൾ ഈ നെറ്റ് പഠിക്കാൻ വേണ്ടി ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ ഏറ്റവും എൻഡ് വരെ ഈ ഒരു കാര്യം ഉണ്ടാവും. 2020 ആ 2020 ഞാൻ പ്രിപ്പയർ ചെയ്ത നോട്ടാണ് ഇത്. ആ, ഇത് ഇത് ആ, ഇത് ക്യാമറ കാണുന്നുണ്ടോ? ഇത് സോൾഡ് സ്റ്റേറ്റിന്റെ നോട്ടാണ്. ഇത് 2020 ഞാൻ പ്രിപ്പയർ ചെയ്ത ഇതെന്റെ എൻറ്റയർ ഫിസിക്കലിന്റെ നോട്ടാണ്. മനസ്സിലായി? അതായത് ഇതിപ്പോ 2026 6 വർഷമായി ഈ നോട്ടിന് പ്രായം. അപ്പോൾ നമ്മളത് എന്തെങ്കിലും ഒരു മെത്തേഡിൽ ഇത് പ്രിസർവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഏത് പരീക്ഷയ്ക്കും ഇത് ഉപയോഗിക്കാം. ലൈക്ക് ഈ സോൾഡ് സ്റ്റേറ്റിന്റെ നോട്ട് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പരീക്ഷ എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, അതായത് ഏത് പരീക്ഷയിലെ ആൻസറും ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ എത്ര എഫേർട്ട് ഇടുന്നു. ഓക്കെ, നമ്മൾ എത്ര എഫേർട്ട് ഇടുന്നു അതിനനുസരിച്ച് എനിക്കിത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. എൻ്റെ നോട്ട് കാണിച്ചു കൊടുക്കാൻ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഈ നമ്മൾ ഒരു എഫേർട്ട് ഇട്ടതിൻ്റെ റിസൾട്ട് എന്തായാലും കിട്ടും, അതിലൊരു സംശയം വേണ്ട. അതിനൊരു സമയം എടുക്കും. ആ സമയം വളരെ സമാധാനപൂർണമായി ജീവിക്കുക എന്നുള്ളത് മാത്രമേ നമ്മൾ ചെയ്യാനുള്ളൂ. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് എന്ത്, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് എന്ത്, ഈ എക്സാം കിട്ടിയില്ല, കിട്ടിയപ്പോൾ എന്താക്കാനാ, കിട്ടിയിട്ട് എന്താക്കാനാ, അതിനെപ്പറ്റി ചിന്തിക്കരുത്. ഓക്കെ, ആ എക്സാം ഞാൻ ക്രാക്ക് ചെയ്യും, അതാണ് എൻ്റെ ലൈഫിലെ എയിം എന്ന് പറഞ്ഞെങ്കിൽ പണിയെടുക്കാം. പിന്നെ ഇത് നാട് നിങ്ങൾ പാടി നടക്കരുത്. ഞാനിത് നെറ്റ് പഠിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളെ എഫേർട്ട് ഇടുക, പരമാവധി പണിയെടുക്കുക, കിട്ടുന്നുണ്ടോ ഇല്ലയോ നോക്കുക, ട്രൈ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു ഭയം വരണം, എനിക്കിത് കിട്ടണം, കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ എന്തെങ്കിലും ചെയ്യും എന്നുള്ള തരത്തിലുള്ളൊരു ഭയം വന്നിരുന്നതുകൊണ്ടും വലിയ തെറ്റൊന്നുമില്ല. പരമാവധി എഫേർട്ട് ഇടുക, പരമാവധി മാക്സിമം നിങ്ങൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പിന്നെ വരുന്നത് ഒരു റിവേഴ്സ് ലേണിംഗ് മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിരിക്കും. സാധാരണഗതിയിൽ അത് സക്സസ്ഫുൾ ആയിട്ട് നമുക്കത് ചെയ്ത് ഓക്കെ ആയിട്ട് തോന്നിയിട്ടുണ്ട്. റിവേഴ്സ് ലേണിംഗ് ടെക്നിക്ക് ലൈക്ക് പ്രീവിയസ് ഇയർ ഒരു ക്വസ്റ്റ്യൻ എടുക്കുന്നു, ലൈക്ക് ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ട് ആ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതായത് അതൊരു ആദ്യത്തെ സൈക്കിളിൽ ചിലപ്പോൾ പറ്റണമെന്നില്ല. ഇപ്പം നമ്മളൊരു ടോപ്പിക്ക് പഠിച്ചു, ഇപ്പോൾ സോൾഡ് സ്റ്റേറ്റ് എന്നുള്ളൊരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് പഠിക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ കെമിക്കൽ കൈനറ്റിക്സ് ആണെങ്കിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എടുക്കുന്നു. ലൈക്ക് ഇന്ന് നിങ്ങൾ അരീനിയസ് തിയറിയാണ് പഠിക്കുന്നത്. ഓക്കെ, അരീനിയസ് തിയറിയിൽ നമ്മളിപ്പോൾ K=E⁻⁻ എന്നൊരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഗ്രാഫാണ് നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഗ്രാഫിൽ നിന്ന് അതിൻ്റെ സ്ലോപ്പാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ സ്ലോപ്പ് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അരീനിയസ് തിയറി മൊത്തം പഠിക്കണം. അരീനിയസ് തിയറി മൊത്തം പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ അതിൻ്റെ താഴെ ട്രാൻസിഷൻ സ്റ്റേറ്റ് തിയറിയും കൂടെ ബുക്കിൽ കാണും. അപ്പോൾ ട്രാൻസിഷൻ സ്റ്റേറ്റ് തിയറിയും കൂടെ അങ്ങ് പഠിക്കാം. ഓക്കെ, അങ്ങനെ നമ്മളൊരു മെത്തേഡ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അതിന് റിവേഴ്സ് ലേണിംഗ് ടെക്നിക്ക് എന്നാണ് നമ്മൾ പൊതുവെ പറയുക. അപ്പോൾ ഒരു ആക്റ്റീവ് ലേണിംഗ് മെത്തേഡിലേക്ക് നിങ്ങൾ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നമുക്ക് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. പിന്നെ ഇത് ഞാൻ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ടാണ്. ഈ ക്വസ്റ്റ്യൻ ഇപ്പം നിലവിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് സമയമില്ല, കാരണം അത് കുറച്ചധികം പറയേണ്ടി വരും. ലെറ്റ് ബി, അത് നമുക്ക് തൽക്കാലം സ്കിപ്പ് ചെയ്യാം. നമ്മൾ അടുത്ത സെഷൻ നെക്സ്റ്റ് വീക്കിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ബുധനാഴ്ചയും കൂടെ പ്ലാൻ ചെയ്യാമെന്നാണ് കരുതുന്നത്. എങ്ങനെയാണ് 1 ഇയറിലേക്ക് ഒരു പ്ലാൻ സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം നേരം. പിന്നെയുള്ളത് ഓർഗാനിക് കെമിസ്ട്രീൻ്റെ ടോപ്പിക് ഡിസ്ട്രിബ്യൂഷൻ ജസ്റ്റ് ഞാനൊരു ഫ്ലോ ചാർട്ട് പോലെ ആക്കിയതാണ്. നമ്മൾ ആദ്യം മെക്കാനിസംസ് പഠിക്കണം, പിന്നെ റിയേജൻസ് പഠിക്കണം. റിയേജൻസിൽ ഓക്സിഡേഷൻ റിഡക്ഷൻ എന്നുള്ള 2 ക്ലാസിഫിക്കേഷനിൽ പരമാവധി കാര്യം. ഇപ്പോൾ ഓക്സിഡേഷൻ എടുത്തു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് PCC PDC എന്നുള്ള ടോപ്പിക്കുകളൊക്കെ നമ്മളെ മനസ്സിൽ വരണം. അല്ലെങ്കിൽ റിഡക്ഷൻ എടുത്തു കഴിഞ്ഞാൽ NaBH4 റിഡക്ഷൻ, LiLH4 റിഡക്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരണം.
ഓക്സിഡേഷനിൽ തന്നെ സേൺ ഓക്സിഡേഷൻ പോലുള്ള പ്രധാനപ്പെട്ട ടേമുകളുണ്ട്. ഞാനിത് പെട്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ ടെൻഷൻ ആവണ്ട, കാരണം അത് എൻ്റെ മെമ്മറിയിൽ നിന്ന് എടുത്തിട്ടാണ് ഞാൻ പറയുന്നത്. എൻ്റെ മെമ്മറി ചിലപ്പോൾ നിങ്ങൾ പഠിക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഇനി പഠിച്ചിട്ട് ഓർമ്മയില്ലാത്തതുകൊണ്ടോ നിങ്ങൾക്ക് ഉണ്ടാവണമെന്നില്ല. അതിന് നിങ്ങൾ ഒരിക്കലും നിങ്ങളെ ബ്ലെയിം ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളത് റിവൈസ് ചെയ്യുക, കണ്ടിന്യൂസ് റിവൈസ് ചെയ്ത് നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഓക്കെ, ഐ ഹാവ് സം പ്രോബ്ലം, ഐ ഹാവ് ടു ഡു സംതിങ് വിത്ത് ഇറ്റ്. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങൾ ശ്രമിക്കുക. പിന്നെ സ്റ്റീരിയോ കെമിസ്ട്രി എടുത്തു കഴിഞ്ഞാൽ ഇ ആൻഡ് സെഡ് നൊട്ടേഷൻ, ഡി ആൻഡ് എൻ നൊട്ടേഷൻ, ആർ ആൻഡ് എസ് കോൺഫിഗറേഷൻ, ഈ സാധനങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കണം. പിന്നെ സ്റ്റീരിയോ കെമിസ്ട്രിയിൽ ഫണ്ടമെന്റൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സ്റ്റീരിയോ കെമിസ്ട്രി എന്നാണ് വരുന്നത്. അപ്പോൾ ഏറ്റവും ബേസിക്കലായിട്ട് ജനറൽ ഓർഗാനിക് കെമിസ്ട്രി, സ്റ്റീരിയോ കെമിസ്ട്രി, അരോമാറ്റിസിറ്റി ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടി ശ്രമിക്കണം. പിന്നെ വരുന്നൊരു ഗുഡ് ടോപ്പിക്കാണ് പെരിസൈക്ലിക് എന്ന് പറയുന്നത്. പെരിസൈക്ലിക്കിലാണ് ക്ലേസൺ റീഅറേഞ്ച്മെന്റ് ഒക്കെ നെറ്റിനൊരു ഫേവറേറ്റ് ടോപ്പിക്കാണ്. സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ്സുകൾ, ഇലക്ട്രോസൈക്ലിക് അഡീഷൻസ്, അതൊക്കെ കാര്യങ്ങളൊക്കെ വരും. ഡിസാൾട്ടർ റിയാക്ഷൻ, ആ പരിപാടികളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പെരിസൈക്ലിക് എന്ന് പറയുന്നത്. ഞാൻ ആദ്യം നെറ്റിന് പഠിക്കാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് ആദ്യം പഠിച്ച ടോപ്പിക്ക് പെരിസൈക്ലിക് ആയിരുന്നു. ഓക്കെ, കാരണം പെരിസൈക്ലിക് എടുക്കാൻ വന്ന സാർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കുസാറ്റിൽ പെരിസൈക്ലിക് എടുക്കാൻ വേണ്ടി ഒരു എക്സ്റ്റേണൽ മാഷാണ് വന്നത്. അപ്പോൾ ആ മാഷ് വന്നിട്ട് പെരിസൈക്ലിക് റിയാക്ഷൻ പഠിച്ചു, എന്നെ കൊണ്ട് ആ ബോർഡിലൊക്കെ ചെയ്യിപ്പിച്ചു. അപ്പോൾ എനിക്ക് പെരിസൈക്ലിക്കിനോട് വല്ലാത്തൊരു ഇഷ്ടം. അപ്പോൾ ഞാൻ പെരിസൈക്ലിക് കുത്തിയിരുന്ന് പഠിച്ചു. അങ്ങനെയാണ് പെരിസൈക്ലിക്കിനോട് ഇഷ്ടം വന്നതിന് പുറത്താണ് ഞാൻ നെറ്റിന് പഠിക്കാൻ വേണ്ടി കാര്യമായിട്ട് ഓർഗാനിക് പഠിക്കാൻ വേണ്ടി ഇരുന്നത്. പിന്നെ ഫോട്ടോ കെമിസ്ട്രി പഠിച്ചു. ഫോട്ടോ കെമിസ്ട്രിയിൽ പാറ്റേണോബുച്ചി റിയാക്ഷൻ ഞാനിപ്പോൾ ഓർക്കുന്നു. ഞാനിപ്പോൾ അത് അധികം മെമ്മറൈസ് ചെയ്യാറില്ല ഫോട്ടോ കെമിസ്ട്രി. അത് ഞാൻ അത്ര എൻ്റെ മേഖലയിൽ ഞാൻ എക്സ്പെർട്ടൈസ് അല്ല ഇപ്പോൾ. പക്ഷേ സ്റ്റിൽ പാറ്റേണോബുച്ചി റിയാക്ഷൻ, നോറിഷ് ടൈപ്പ് 1, നോറിഷ് ടൈപ്പ് 2 തുടങ്ങിയിട്ടുള്ള റിയാക്ഷൻസുകളൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഓക്കെ, അപ്പോൾ അതൊക്കെ ഓർമ്മിക്കുക. പിന്നെ ഇതിന് പുറമെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർഗാനിക് ആയാലും ഇനോർഗാനിക് ആയാലും ഫിസിക്കൽ ആയാലും മൂന്നിലെയും സ്പെക്ട്രോസ്കോപ്പി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതിപ്പോൾ വൈബ്രേഷൻ, റൊട്ടേഷൻ, NMR, പിന്നെ മോസ്ബർ സ്പെക്ട്രോസ്കോപ്പി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരിക്കലും മിസ്സാക്കാൻ വേണ്ടി പാടില്ല. അത് പരമാവധി നമ്മൾ വർക്ക് ചെയ്യാം, നമുക്ക് അതിൻ്റെ മുകളിൽ ഒരുപാട് വർക്ക് ചെയ്തെടുക്കാം. ഓക്കെ, കാരണം അതിൽ നിന്ന് എന്തായാലും ഒരു 4 മാർക്ക് തൊട്ട് 12 മാർക്ക് വരെ നമുക്ക് നെറ്റിന് കിട്ടും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് നമുക്ക് കളയാൻ വേണ്ടി പറ്റില്ല. കാരണം അത് ഓർഗാനിക്കിൻ്റെ കേസിൽ ഇന്റർ ഡിസിപ്ലിനറി ആയിട്ടായിരിക്കും വരിക. ചിലപ്പോൾ 2 റിയാക്ഷൻ തന്നിട്ട് ആ റിയാക്ഷൻ്റെ എൻ്റെ പ്രൊഡക്റ്റിൻ്റെ NMR ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. ഓക്കെ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. അപ്പോൾ അതൊക്കെ നമ്മൾ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പഠിക്കാം. എന്തായാലും ഉഷാറായിട്ട് നമുക്ക് പഠിക്കണം. ഇപ്പോൾ ഇതിലുള്ള ഒരു 10-35 പേര് എന്തായാലും ബാച്ചിൽ ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതേപോലെ കോർഡിനേഷൻ, ഓർഗാനോ മെറ്റാലിക്, മെയിൻ ഗ്രൂപ്പ്, ബയോ ഇൻഓർഗാനിക്. ഇതിൽ കോർഡിനേഷൻ, ഓർഗാനോ മെറ്റാലിക് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് നെറ്റിന് പോകാൻ വേണ്ടി പറ്റില്ല. മൃഗീയമായിട്ടുള്ള മൃഗീയമായിട്ടുള്ള മാർക്കാണ് കോർഡിനേഷനും ഓർഗാനോ മെറ്റാലിക്കിനും പരീക്ഷയ്ക്ക് ചോദിക്കാം, വളരെ മൃഗീയമായിട്ടുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എങ്ങനെയും ടാക്കിൾ ചെയ്തിരിക്കണം. കോർഡിനേഷനും ഓർഗാനോ മെറ്റാലിക്സും പഠിക്കാൻ വേണ്ടി നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. പക്ഷെ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ക്ലാസ്സാണ് സെറയിൽ കോർഡിനേഷൻ്റെയും ഓർഗാനോ മെറ്റാലിക്സിൻ്റെയും എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഓർഗാനോ മെറ്റാലിക്സിൽ ഇൻ ആൻഡ് ഔട്ട് ഈച്ച് ആൻഡ് എവറിത്തിങ് ഡിസ്കസ് ചെയ്യും, അതിലൊരു സംശയവുമുണ്ട്. പിന്നെ ബയോ ഇൻഓർഗാനിക് ഒരു അഡ്വാൻറ്റേജ് ടോപ്പിക്കാണ്. ബയോ ഇൻഓർഗാനിക് പഠിച്ച ചില സമയം കുറച്ച് എക്സ്ട്രാ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണമെന്നില്ല. കാരണം ഏതെങ്കിലും അറ്റത്തു നിന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റണമെന്നില്ല. പക്ഷെ കോമൺ ആയിട്ട് ഇപ്പോൾ ക്ലോറോഫില്ല്, അതേപോലെ പോർഫൈറിൻ റിങ്സ്, അതൊക്കെ നമുക്ക് എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സിന്റെ കേസിൽ ചില ഓർഡറുകളൊക്കെ ഓർത്തിരുന്നാൽ നമുക്ക് ഒരുവിധം ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ചില റിയാക്ഷൻസ് ഓർത്തിരുന്നു കഴിഞ്ഞാൽ ഇന്ന പ്രൊഡക്റ്റ് ഉണ്ടായി, അതിന് മഞ്ഞ കളറാണ്, ആ മഞ്ഞ കളറിന്റെ NMR ഇങ്ങനെ വന്നു, അത് ഏതാണ് എന്നുള്ള തരത്തിലൊക്കെ നമുക്ക് അതിലെ എലമെന്റ് ഏതൊക്കെയാണെന്നുള്ള തരത്തിലൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ വേണമെങ്കിൽ വരാം. ഓക്കെ, കോർഡിനേഷന്റെ കേസിൽ നമുക്ക് ഒരു ടോപ്പിക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റില്ല. കോർഡിനേഷന്റെ കേസിൽ അതിന്റെ സ്പെക്ട്രം ഒഴിവാക്കാൻ വേണ്ടി പറ്റില്ല, മാഗ്നറ്റിക് മൊമെന്റ് ഒഴിവാക്കാൻ വേണ്ടി പറ്റില്ല, നമ്മുടെ ഓർഗൽ ഡയഗ്രാം പോലുള്ള ഡയഗ്രാമുകൾ ഒഴിവാക്കാൻ വേണ്ടി പറ്റില്ല. കോർഡിനേഷൻ ഓവറോൾ ഒരു ഗുഡ് ടോപ്പിക്കാണ്. ഇരുന്ന് പഠിച്ചാൽ അത് വർത്താണ് കോർഡിനേഷൻ. അതുപോലെ തന്നെയാണ് ഫിസിക്കലിന്റെ കേസിൽ കൈനറ്റിക്സും ഇലക്ട്രോ കെമിസ്ട്രിയും തെർമോഡൈനാമിക്സും. തെർമോഡൈനാമിക്സിൽ ഇപ്പോൾ തെർമോഡൈനാമിക് സ്ക്വയർ ഒക്കെ വരയ്ക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ വരയ്ക്കാൻ വേണ്ടി പറ്റണം. അതിന് മാക്സ്വെൽ റിലേഷൻസ് ഡെറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റണം. ഒരുപാട് ഇപ്പോൾ തെർമോഡൈനാമിക്സ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഗ്യാഷ്യസ് സ്റ്റേറ്റ് വന്നു, സോളിഡ് സ്റ്റേറ്റ് വന്നു, ലിക്വിഡ് സ്റ്റേറ്റ് വന്നു. ആ കാര്യങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഓർത്തോർത്ത് വെക്കാൻ വേണ്ടി പറ്റണം. തെർമോഡൈനാമിക്സിലേക്ക് വരുന്ന സമയത്ത് ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ ഒന്ന് നേരെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സിലേക്ക് ജമ്പ് ചെയ്യും. ഇതിൻ്റെ ഇന്റർ കണക്ഷൻ ആയിട്ട് നമുക്ക് ക്വാണ്ടം കെമിസ്ട്രി എന്നുള്ള ടോപ്പിക്ക് വേണം. അപ്പോൾ ക്വാണ്ടം കെമിസ്ട്രി നമ്മൾ പഠിക്കേണ്ടി വരും. അങ്ങനെ എല്ലാം കൂടെ പഠിച്ചിട്ട് നമ്മളൊരു പവർ പാക്കായിട്ട് പരീക്ഷയ്ക്ക് പോകണം. അങ്ങനെ ഒരു പരീക്ഷ നമുക്ക് എഴുതി നോക്കാൻ വേണ്ടി പറ്റണം.
കാരണം ഇപ്പോൾ ഈ സെഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്ത ജൂണിലെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് നെറ്റ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ JRF ഉണ്ടായിരിക്കും. അത് എൻ്റെയും കൂടെ ഒരു വാശിയാണ്. വളരെ എഫക്റ്റീവായിട്ട്, അതായത് നിങ്ങളെ വിളിച്ച് ശല്യം ചെയ്യാം. നിങ്ങൾ എങ്ങനെയെല്ലാം പഠിക്കാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നോ നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അതായത് നിങ്ങളിപ്പോൾ പൊലച്ചക്ക് വിളിക്കണോ, ഞാൻ നിങ്ങളെ പൊലച്ചക്ക് വിളിക്കാം. ഇനി നിങ്ങൾ രാത്രി ഫോൺ അധികം നേരം ഉപയോഗിക്കുന്നുണ്ടോ, ഞാൻ നിങ്ങളെ വിളിച്ച് വേണമെങ്കിൽ ചീത്ത പറഞ്ഞ് അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ഒരു മെത്തേഡിൻ്റെ ആവശ്യമുണ്ട് എന്ന് ഞാൻ തോന്നുന്നില്ല. ബട്ട് സ്റ്റിൽ നിങ്ങൾ അങ്ങനെ വിളിക്കണമെങ്കിൽ ഞാൻ വിളിക്കാം. ഒരു പ്രയാസം നിങ്ങൾ വിചാരിക്കേണ്ട. എല്ലാ ആഴ്ചയും ഞാൻ വിളിച്ചിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചോദിക്കാം. ഓക്കെ, എന്താണ് നിങ്ങൾ എത്ര വരെ പഠിച്ചു, അല്ലെങ്കിൽ ഞാനല്ലെങ്കിൽ നിങ്ങളെ ക്ലാസ് സബ്ജക്റ്റ് കോർഡിനേറ്ററായിട്ട് കാവ്യ മിസ് ഉണ്ടാവും. കാവ്യ മിസ്സും നിങ്ങളെ വിളിക്കും. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ പഠിക്കുന്നത് എന്നറിയാൻ നിങ്ങളെ വിളിച്ച് ഞങ്ങൾ അന്വേഷിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ക്ലാസ്സുകൾ എത്രത്തോളം കാണുന്നുണ്ട് എന്നുള്ളത് അന്വേഷിക്കും. നിങ്ങൾ തരുന്ന ഓരോ രൂപക്കും അതിൻ്റെ ഡബിൾ എഫേർട്ട് ഇട്ടിട്ട് നമ്മൾ നിങ്ങൾക്ക് ക്ലാസ് പ്രൊവൈഡ് ചെയ്യും. അതിലൊരു സംശയവും വേണ്ട. ഓക്കെ, നിങ്ങൾക്ക് അതിൽ വിശ്വസിക്കാം. ഇത് ഇതെന്ന് പറയുന്നത് എന്താ പറയണ്ടേ, ഈ ഒരു പരീക്ഷ ക്രാക്ക് ചെയ്തിരിക്കും നിങ്ങൾ. വേറെ അതിൽ ഇനി കൂടുതൽ എന്താ പറയാനില്ലേ. അതേപോലെ നിലവിലെ ട്രെൻഡ്സ് എന്ന് പറയുന്നത് കൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് കൂടുതൽ വരുന്നുണ്ട്. ക്വാണ്ടം മെക്കാനിക്സ് നിർബന്ധമായും പഠിക്കണം. ക്വാണ്ടം മെക്കാനിക്സ് നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിക്കുന്ന സമയത്ത്, സെം എക്സാമിന് പഠിക്കുന്ന സമയത്ത്, എല്ലാ യൂണിവേഴ്സിറ്റിനും ഞാൻ പറയുന്നില്ല, ചില യൂണിവേഴ്സിറ്റിയിലായാലും ഡിസ്ക്രിപ്റ്റീവായിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യേണ്ടി വരും. അല്ലെ, ഡിസ്ക്രിപ്റ്റീവായിട്ട് ഇപ്പോൾ 1D ബോക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് 1D ബോക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ വരിക നേരെ ഇക്വേഷൻ ആണ്. E=mc²h²/8ml² എന്നുള്ള ഇക്വേഷൻ വരും. അത് വെച്ചിട്ട് ബാക്കി എന്തൊക്കെ കളിക്കാൻ വേണ്ടി പറ്റുമോ അതിലെ നോട്ട്സ് ബോക്സിൻ്റെ ഉള്ളിൽ ഒരു ബോക്സ് ആണ്. ആ ബോക്സിൻ്റെ ഉള്ളിൽ എങ്ങനെയൊക്കെ നോഡ്, ഏത് വേവ് ഫംഗ്ഷൻ ഇന്ന നോഡ് വരും, അത് വരും, ഇത് വരും എന്നുള്ള കാര്യങ്ങളൊക്കെ ഓടും. അതേപോലെ ആയിരിക്കണം ഓടേണ്ടത്. നമ്മൾ ഒരിക്കലും ഡിറൈവ് ചെയ്യാൻ വേണ്ടി പരീക്ഷയ്ക്ക് ചോദിക്കുമല്ലോ, ഈ നെറ്റ് പരീക്ഷയ്ക്ക് ചോദിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഡെറിവേഷൻ ഒന്നും ഓർത്ത് വെക്കുന്നില്ലെങ്കിലും നമ്മളതിലെ അപ്രോക്സിമേഷൻസ് കുറച്ച് ഓർത്ത് വെക്കുക. പിന്നെ ഈ ഇക്വേഷൻസ് പ്രധാനമായിട്ട് ഓർത്ത് വെക്കുക. ഹൈഡ്രജൻ ആറ്റത്തിനൊക്കെ ഡെറിവേഷൻ എന്ന് പറയുന്നത് 3-4 പേജുള്ള ഡെറിവേഷൻ, വലിയ ഡെറിവേഷൻ, എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. കുറേ ഇങ്ങനെ എഴുതി കൂട്ടുന്ന ഒരു ഡെറിവേഷൻ അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഡെറൈവ് ചെയ്ത് പോകേണ്ട ആവശ്യമൊന്നും വരില്ല. അപ്പം നമുക്ക് ഡയറക്റ്റ് ഒരു കാര്യം ചോദിക്കുന്നു, ആ കാര്യത്തിനെ പറ്റിയുള്ള കാര്യം ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് പരീക്ഷ. പിന്നെയുള്ളത് സ്പെക്ട്രോസ്കോപ്പി. ഞാൻ നേരത്തെ പറഞ്ഞു, സ്പെക്ട്രോസ്കോപ്പി ഒരു കാരണവശാലും ഒഴിവാക്കരുത്. അതിന് എന്ത് കഷ്ടപ്പെട്ടിട്ടായാലും പഠിക്കുക. വലിയ പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ NMR കേസ് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ NMR എന്ന് പറയുന്നത് 2 തരത്തിലുണ്ടാവും. ഒന്ന് 1H NMR-ഉം, ഒന്ന് രണ്ടല്ല, ഒരുപാട് തരത്തിലുണ്ടാവും. നമുക്ക് ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് അത്യാവശ്യം വരുന്നത് 1H NMR-ഉം കാർബൺ 13C NMR-ഉം ആണ് വേണ്ടി വരിക. അപ്പോൾ 1H NMR-ലെ ഈ കെമിക്കൽ ഷിഫ്റ്റും കാര്യങ്ങളും നിങ്ങൾ ഓർത്തു വെക്കുക. ആൽക്കേൻ്റെ ഷിഫ്റ്റ്, ആൽക്കീൻ്റെ ഷിഫ്റ്റ്, ആൽക്കൈൻ്റെ ഷിഫ്റ്റ്, അരോമാറ്റിക് സിസ്റ്റത്തിൻ്റെ ഷിഫ്റ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക. ഇനി അതിനൊരു മെറ്റൽ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും, മെറ്റൽ അറ്റാച്ച് ചെയ്തില്ലെങ്കിൽ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കാൻ വേണ്ടി പറ്റിയ ഇറ്റ്സ് ഈസിയാണ് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. അത് വെച്ചിട്ട് ഫുള്ളി കോൺസെൻട്രേറ്റഡ് ആയിട്ട് നമ്മൾ ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കത് മനസ്സിലാവും. തരത്തിലേക്ക് നമ്മളെ ഷേപ്പ് ചെയ്യണം. നാളെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത നോട്ട് മറ്റൊരാളെ കാണിച്ചു കൊടുത്ത് നിങ്ങൾക്കും അഭിമാനം കൊള്ളാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ഉണ്ടാവണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ഞാൻ കുറേ പേരെ കണ്ടിട്ടുണ്ട്, എനിക്ക് കുറേ പേരെ അറിയുകയും ചെയ്യാം. നെറ്റ് കിട്ടാതെ ഉഴറുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരിൽ ഒരാളായി നിങ്ങൾ മാറൂല എന്നുള്ളതാണ് എൻ്റെ ഒരു ഉറപ്പ് എന്ന് പറയുന്നത്. കാരണം എന്ത് പ്രയാസം ഉണ്ടെങ്കിലും നമുക്കത് പരിഹരിക്കണം. അതിന് ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ഒരു കുഴപ്പമില്ല. ഇത് പരീക്ഷയല്ലേ. ഇത് പരീക്ഷയാവുന്ന സമയത്ത് നമ്മളെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്തിട്ട് അറ്റ്ലീസ്റ്റ് ഒരു ബോർഡർ ലൈനിലൊക്കെ എത്തിയിട്ട് നമുക്ക് തിരിച്ചു വരേണ്ടി വരരുത്. അതിൽ കൂടുതൽ നമ്മൾ മാർക്ക് വാങ്ങാൻ വേണ്ടി ശ്രമിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു 120 റേഞ്ച് തന്നെ എപ്പോഴും സ്വപ്നം കാണുന്ന ഒരു മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പരമാവധി പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യേണ്ട സമയത്ത് എപ്പോഴും സിസ്റ്റത്തിൽ നമുക്ക് കാൽക്കുലേറ്റർ ഉണ്ടാവും. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്, സിസ്റ്റത്തിൽ കാൽക്കുലേറ്ററിൽ ഉണ്ടാവും. പക്ഷേ സിസ്റ്റത്തിലെ കാൽക്കുലേറ്റർ നമ്മളെപ്പോഴും മൗസ് ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന സമയത്തൊക്കെ നിങ്ങളെ വീട്ടിൽ കമ്പ്യൂട്ടറിലായിരിക്കാം. ഓക്കെ, അതൊന്നും ഒരു വിഷയമേ അല്ല. എക്സ്ക്യൂസ് ഒന്നും നമുക്കിനി ഇല്ല. ഓക്കെ, എനിക്ക് പനിയായിരുന്നു, പഠിക്കാൻ വേണ്ടി പറ്റിയില്ല, ഇറ്റ്സ് ഓക്കെ. പിറ്റേ ദിവസം പഠിച്ചോ, ഇല്ല എന്തേ മടിയായിരുന്നു എന്ന് പറയാൻ വേണ്ടി പറ്റൂല. ഓക്കെ, നിങ്ങളിനി എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ദിവസം
നിങ്ങളൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കണം. അതേപോലെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമ്പോൾ പരമാവധി പെൻ ആൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ സിസ്റ്റം നിങ്ങൾ ഏതെങ്കിലും ലൈബ്രറികൾ അല്ലെങ്കിൽ കോളേജ് ലൈബ്രറി അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഓഫീസ് വേറെ വെറൈറ്റീസ് നിങ്ങളൊരു സിസ്റ്റം എങ്ങനെയെങ്കിലും ഒപ്പിച്ചിട്ട് അതിലിപ്പോൾ ഓൺലൈൻ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അതിൽ തന്നെ സിസ്റ്റത്തിൽ ഈ മോക്ക് ടെസ്റ്റുകൾ സൈറ്റിൽ കിട്ടും. അപ്പോൾ മോക്ക് ടെസ്റ്റുകൾ പോയിട്ട് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അതിൽ മൗസ് ഉപയോഗിച്ച് പഠിക്കുക. ഓക്കെ, മൗസ് ഉപയോഗിച്ചിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം പെട്ടെന്ന് ഇപ്പോൾ 1.234 × 10⁻⁴ സംതിങ് എന്തെങ്കിലും ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കീബോർഡ് ഉപയോഗിക്കാൻ പറ്റില്ല, മൗസ് ഉപയോഗിച്ചിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ സമയം വേണമെങ്കിൽ നമുക്ക് പെൻ ആൻഡ് പേപ്പറിൽ ലാഭിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അങ്ങനെ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. പിന്നെയുള്ളത് ഡിഫിക്കൽട്ടി ലെവൽ അനാലിസിസ് എന്ന് പറഞ്ഞൊരു കാര്യം നമ്മൾ ഇപ്പം ചെയ്യേണ്ട കാര്യമില്ല, അതൊന്നും കൂടെ പ്രിപ്പയർ ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് പോവാം. അതേപോലെ ഓർഗാനിക്, ഫിസിക്കൽ, ഇൻഓർഗാനിക് ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. റെഗുലർ പ്രാക്ടീസ്, കൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടാക്കുക. അതേപോലെ ടെക്സ്റ്റ് ബുക്കുകൾ, PYQs, മോക്ക് ടെസ്റ്റുകൾ, അതിനെപ്പറ്റി നിങ്ങൾ വേവലാതിപ്പെടേണ്ട. PYQs സെറ ആപ്പ് വഴി നിങ്ങൾക്ക് കിട്ടും. ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കാച്ചി കുറിക്കിയ പോയിന്റുകളുമായിട്ടാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി ഫാക്കൽറ്റീസ് വരിക. മോക്ക് ടെസ്റ്റുകൾ ടൈമിൽ എന്തായാലും ഓരോ യൂണിറ്റിനും നടത്തും. അപ്പോൾ അത് കൃത്യമായി അറ്റൻഡ് ചെയ്യുക, അനലൈസ് ചെയ്യുക. മോക്ക് ടെസ്റ്റിൽ നിങ്ങൾ 100-ൽ 100 ആണെന്ന് ആരും പറയില്ല. ഓക്കെ, മോക്ക് ടെസ്റ്റ് എന്തിനാ? മോക്ക് ടെസ്റ്റ് അല്ലെങ്കിൽ യൂണിറ്റ് ടെസ്റ്റുകൾ എന്ന് പറയുന്നത് പഠിക്കുക, പരീക്ഷ എഴുതി നോക്കുക, മാർക്കില്ലേ? മാർക്കില്ലാത്തതിന് കാരണം ഞാൻ ഈ ടോപ്പിക്ക് പഠിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് തലയിൽ നിൽക്കുന്നില്ല, സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല, അതിനുള്ള കാരണം. പിന്നെ ആ ചോദ്യം ഞാൻ പഠിച്ചിട്ടുണ്ടോ? തൊട്ടടുത്ത ദിവസം നിങ്ങൾ തെറ്റിയ ഉത്തരങ്ങൾ പഠിക്കണം. അങ്ങനെ വേണം പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ തലച്ചോറ് വികാസം സംഭവിച്ച ആൾക്കാരാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു ചോദ്യം തെറ്റിയതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് സോൾവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് പോകണം. ഓക്കെ, അത് നിങ്ങൾ പെൻ ആൻഡ് പേപ്പർ ഉപയോഗിച്ച് സോൾവ് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റൂ. ഓക്കെ, അങ്ങനെ ആയിരിക്കണം നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ സമീപിക്കേണ്ടത്. അല്ലാണ്ട് 100-ൽ 100 വാങ്ങണം മോക്ക് ടെസ്റ്റിൽ എന്ന് വിചാരിച്ചിട്ട് മോക്ക് ടെസ്റ്റിൽ ഇരിക്കണ്ട. കിട്ടുന്നുണ്ടോ? നല്ലത്. കിട്ടുന്നില്ലേ? എന്തുകൊണ്ട് തെറ്റി എന്നുള്ളത് പഠിക്കണം. ചിലപ്പോൾ 100-ൽ 100 നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റിൽ കിട്ടി, അതിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമായിരിക്കും ചിലപ്പോൾ നിങ്ങൾ നെറ്റ് പരീക്ഷയ്ക്ക് തെറ്റിക്കാൻ പോകുന്നത്. അപ്പോൾ അത് പാടില്ല. ഓരോ ചോദ്യങ്ങളും കൃത്യമായിട്ട് നോക്കി ഓപ്ഷൻസ് എല്ലാം എലിമിനേറ്റ് ചെയ്ത് ആൻസറിലേക്ക് എത്തുന്ന തരത്തിലേക്ക് നിങ്ങൾ കപ്പാസിറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, പിന്നെയുള്ളത് PYQs എഫക്റ്റീവായിട്ട് അനലൈസ് ചെയ്യുക. അങ്ങനെ തന്നെ അനലൈസ് ചെയ്തിട്ടാണ് നിങ്ങളിലേക്ക് ഓരോ പ്രോബ്ലംസ് എത്തിക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ സാധാരണ ചെയ്യുന്ന ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് വീക്ക് ടോപ്പിക്കുകൾ. ഇപ്പോൾ ബയോ ഓർഗാനിക് ഒരു വീക്ക് ടോപ്പിക്കാണ്, അത് അത്ര നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റില്ല. ഫോട്ടോ കെമിസ്ട്രി, പെരിസൈക്ലിക്കൊക്കെ നമുക്ക് അങ്ങനെ ഒഴിവാക്കിയിട്ട് പോകാൻ വേണ്ടി പറ്റില്ല. അങ്ങനെയുള്ള വീക്ക് ടോപ്പിക്കുകൾ, ചിലപ്പോൾ 2 മാർക്ക് ഒക്കെ കിട്ടുന്ന ചെറിയ ടോപ്പിക്കുകൾ അങ്ങനെ ഒഴിവാക്കരുത്. ഓക്കെ, പിന്നെ ഇൻകൺസിസ്റ്റന്റ് സ്റ്റഡി അവേഴ്സ് ഞാൻ ഒരുപാട് തവണ പറഞ്ഞു. ഒരു കാരണവശാലും നിങ്ങളെ സ്ട്രീക്ക് പൊട്ടിപ്പോകരുത്. ഓക്കെ, കൂടും എന്നല്ലാതെ കുറയാൻ വേണ്ടി പാടില്ല. ഒരു കാരണവശാലും സ്ട്രീക്ക്, അതായത് ഇന്ന് ഞാൻ 2 മണിക്കൂർ പഠിച്ചു, നാളെ പഠിക്കുന്നില്ല, അത് പാടില്ല. എല്ലാ ദിവസവും 1.5-2 മണിക്കൂർ വെച്ചിട്ട് ഇങ്ങനെ പഠിച്ച് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം. നിങ്ങൾ വേറെ പല സൈഡ് പണികളും ചെയ്യുന്നുണ്ടാവാം, ഐ ഡോണ്ട് കെയർ. ഓക്കെ, നിങ്ങൾ തന്നെ അത് കെയർ ചെയ്യുന്നില്ല. ഓക്കെ, കാരണം നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണെങ്കിൽ 2 മണിക്കൂറെങ്കിലും മിനിമം നിങ്ങൾ ഇതിനു വേണ്ടി ചെലവഴിക്കണം. അത് രാവിലെയോ രാത്രിയോ ഉച്ചക്കോ എപ്പോഴാന്ന് വെച്ചാൽ ചെലവഴിക്കണം. പക്ഷെ ആ 2 മണിക്കൂർ, മിനിമം 2 മണിക്കൂർ സമയം ആദ്യഘട്ടത്തിൽ 2 മണിക്കൂർ സമയം ഒരു ഡിസ്ട്രാക്ഷനും പാടില്ല, ഒരാളെയും കാര്യമാക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടേതായിട്ടുള്ള ലോകത്തിൽ ആ 2 മണിക്കൂർ മാറ്റി വെക്കാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റണം. എന്നാൽ മാത്രമേ ഈ പരീക്ഷ ക്വാളിഫൈ ചെയ്യൂ. ഓക്കെ, ഞാൻ ഇപ്പോഴും ഓർക്കുന്നു എൻ്റെ പ്രിപ്പറേഷൻ കാലം. ഓക്കെ, അതിനെപ്പറ്റി ഞാൻ വീണ്ടും തള്ളി മരിക്കുന്നില്ല. അപ്പോൾ സെറയിലെ ബാച്ച് എന്ന് പറയുന്നത് നിലവിൽ 30% ഓഫറിലാണ് ബാച്ച് ഓടുന്നത്. അപ്പോൾ പുതിയ സിലബസ് ഓറിയൻറ്റഡ് ക്ലാസ് ആണ്. ചെറിയ വേരിയേഷൻസ് സിലബസിൽ വന്നിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് 8788630250 എന്നുള്ള നമ്പറിൽ, ആ നമ്പറും കൂടെ ഞാൻ ഇവിടെ ഇടാം. ആ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഓഫ് കോഴ്സ് നിങ്ങൾ നെറ്റ് ക്വാളിഫൈ ചെയ്യുമെന്നുള്ളതിൽ എനിക്കൊരു ഇതുമില്ല, സംശയമില്ല. കാരണം മീറ്റിംഗ് തുടങ്ങി ഇതുവരെ 32-35 പേര് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിൽ എല്ലാവരെയും പേരെടുത്തിട്ട് ഞാൻ നന്ദി പറയുന്നില്ല. കാരണം ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടോ? കുറച്ച് നേരം നിങ്ങളോട് സംസാരിക്കാം. ഇത് കഴിഞ്ഞ് എനിക്ക് 9 മണിക്ക് അടുത്ത ക്ലാസ്സിലേക്ക് കയറാനുണ്ട്. ഓക്കെ, അപ്പോൾ പറയൂ, എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ. ആരും ഒരാൾ ചോദിച്ചു, കുറേ ക്ലാസ് എടുത്തോ, 7:30 ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. പേടിക്കണ്ട, റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, റെക്കോർഡ് തരാം.
ആ നേരത്തെ ഇട്ടല്ലേ മെസ്സേജ്? സോറി, അത്രയൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ബട്ട് അതിൻ്റെ റെക്കോർഡ് തരാം. ഗാലക്സി ഗ്രാൻഡ് പ്രൈമാണ് ഇട്ടത്, പേരില്ല, അതുകൊണ്ട്. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ പറയാനുണ്ടോ? ഞാനിപ്പോൾ ഏകദേശം 1 മണിക്കൂറിനടുത്ത് നിങ്ങളോട് സംസാരിച്ചില്ലേ? നമ്മുടെ അടുത്ത സെഷൻ നെക്സ്റ്റ് ബുധനാഴ്ച ഞാൻ പ്ലാൻ ചെയ്യാം. നെക്സ്റ്റ് ബുധനാഴ്ച നമ്മൾ എങ്ങനെ 1 ഇയറിലേക്ക് എങ്ങനെ നമുക്ക് ഇരിക്കാം എന്നുള്ളതിനെ പറ്റി നമുക്ക് സംസാരിക്കാം. അപ്പോഴത്തേക്ക് ബാച്ച് ഓൺ ആവും. ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇന്ന് തന്നെ മാക്സിമം കണക്ട് ചെയ്യുക. പറയൂ, എന്തെങ്കിലും ചോദിക്കാനോ പറയാനുണ്ടോ? ഒന്നുമില്ലേ? ചേടാ, സെറ ആപ്പ് എന്ന് പറയുന്നത് സെറ ആപ്പ് എന്ന് പറയുന്നത് പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് കിട്ടും, iOS-ലും കിട്ടും. അപ്പോൾ പ്ലേ സ്റ്റോറിൽ നിങ്ങൾ സെറ എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെറ ആപ്പ് കിട്ടും. അതിൽ റെക്കോർഡഡ് ലെസൺസും അതേപോലെ പ്രീവിയസ് ക്യൂസും പിന്നെ മോക്ക് ടെസ്റ്റുകളും ഒക്കെ നിങ്ങൾക്ക് സെറ ആപ്പിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഋതിക ചോദിച്ച ചോദ്യമാണ്, ക്യാൻ യു ബ്രീഫ്ലി എക്സ്പ്ലെയിൻ സെറ ആപ്പ് എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ക്ലാസ്സുകൾ നടക്കുക, ലൈവ് ക്ലാസ്സുകൾ സൂം വഴിയാണ് നടക്കുക. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് സൂം വഴി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല എങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് അതിൻ്റെ റെക്കോർഡഡ് വേർഷൻ ആപ്പിൽ കിട്ടും. റെഗുലർ ക്ലാസ്സസ് അനൗൺസ് ചെയ്യും. റെഗുലർ ക്ലാസ്സസ് നിങ്ങളെ കൃത്യമായിട്ട് ഗ്രൂപ്പിൽ അനൗൺസ് ചെയ്യും, റെഗുലർ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സാർ ഒരു കാര്യം ചോദിക്കട്ടെ. ആ ഞാനിപ്പോ BSc ഓണേഴ്സ് 4th ഇയർ. അപ്പൊ ഈ ഡിസംബറിലെ നെറ്റ് എഴുതാൻ പറ്റുമോ? പാസ് ഔട്ട് ആയോ? ഇല്ല, ഇപ്പം കഴിഞ്ഞ മാസം ക്ലാസ് തുടങ്ങിയതാ 4th ഇയറിന്റെ. 4th ഇയറിന്റെ തുടങ്ങിയതാ. ഇപ്പൊ എത്ര പെർസെന്റേജ് മാർക്ക്? അതായത് മാർക്കോ CGPA എത്രയുണ്ട്? 8.5. 8.5. 7.5-ന് മുകളിലേക്ക് എഴുതാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പുതിയ നോട്ടിഫിക്കേഷൻ വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ ഒരു നവംബറിന് മുന്നേ ആയിട്ട്, നവംബർ മിഡിന് മുന്നേ ആയിട്ട് വരും. ഓക്കെ, അതിലെന്താണ് പറയുന്നത് എന്നുള്ളത് നോക്കണം. കാരണം 4th ഇയറിലെ ആദ്യത്തെ ബാച്ച് അല്ലേ ഇത്, അല്ലേ? FIUGPന്റെ ആദ്യത്തെ ബാച്ച് അല്ലേ? പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലാ ഞങ്ങള്. ഓ, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയാ? ഓക്കെ ഓക്കെ ഓക്കെ, ഫൈൻ ഫൈൻ ഫൈൻ. അത് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും, നിങ്ങൾക്ക് നെറ്റ് എഴുതാൻ വേണ്ടി പറ്റും. യെസ് യെസ്. അത് ലെക്ചർഷിപ്പ് എഴുതാൻ വേണ്ടി പറ്റില്ല, JRFന് എഴുതാൻ വേണ്ടി പറ്റുമെന്നാണ് പറയുന്നത്. ലെക്ചർഷിപ്പിന് PG കഴിയേണ്ടി വരില്ലേ? 1 ഇയർ PG. ലെക്ചർഷിപ്പിന് PG കഴിയേണ്ടി വരും. ഓക്കെ. നിഹല ചോദിച്ചിട്ടുണ്ട് HSST കെമിസ്ട്രി ഇത് വെച്ച് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ളത്. HSST കെമിസ്ട്രിയിൽ സിലബസിലെ കെമിസ്ട്രി പോർഷൻസ് ഓൾമോസ്റ്റ് പറ്റും. ഓക്കെ, അത് പിന്നെ അതിൽ എക്സ്ട്രാ വരുന്നുണ്ട്. എക്സ്ട്രാ പോർഷൻസ് വരുന്നത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും പിന്നെ റിനൈസൻസും വരുന്നുണ്ട്. അത് നമ്മൾ ഏതെങ്കിലും തരത്തിൽ ടാക്കിൾ ചെയ്യേണ്ടി വരും. കെമിസ്ട്രി പറ്റും, കെമിസ്ട്രി കാരണം സിലബസ് സെയിമാണ്. പിന്നെ ഇത്തവണത്തെ HSST കെമിസ്ട്രി യെസ് പറ്റും. നിങ്ങൾ ഇത്തവണത്തെ HSST കെമിസ്ട്രി ഉണ്ടായിരുന്നു, അത് കുറച്ച് സിമ്പിളായിട്ടായിരുന്നു. ഞാൻ എക്സാം അപ്പിയർ ചെയ്തിരുന്നു, അപ്പോൾ കുറച്ച് സിമ്പിളായിട്ടാണ് ഫീൽ ചെയ്തത്. കാരണം എനിക്ക് B.Ed ഇല്ല, ടീച്ചിങ് മേഖലയുമായിട്ട് എനിക്ക് ബന്ധമില്ലാത്തതുകൊണ്ട് ആ പോർഷൻസ് എനിക്ക് തൊടാൻ വേണ്ടി പറ്റിയില്ല. റിനൈസൻസ് വാസ് ക്വൈറ്റ് ഈസി ആൻഡ് കെമിസ്ട്രി ഈസ് ഓൾസോ ഈസി. അത് എളുപ്പം പറ്റും. ബേസ് മുതൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന തരത്തിലുള്ള ബേസ് മുതൽ എന്തായാലും ഉണ്ടാവും. ബേസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇലക്ട്രോൺ പുഷിംഗ് ഒന്നും നിങ്ങൾ അങ്ങനെ കാര്യമായിട്ട് പഠിപ്പിക്കേണ്ടി വരില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സ്റ്റീരിയോ കെമിസ്ട്രി പറയുമ്പോൾ ഏറ്റവും ബേസ് ആയിട്ട് തന്നെ പറയും, ആരോമാറ്റിസിറ്റി അങ്ങനെ തന്നെ പറയും. പിന്നെ നമുക്കിപ്പോൾ
ഇൻഡക്റ്റീവ് എഫക്റ്റ്, ഹൈപ്പർ കോൺജുഗേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരും. ഇലക്ട്രോൺ ബുഷിങ്ങും വരും. ഇലക്ട്രോൺ ബുഷിങ്ങും ഒക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഓർഗാനിക് ഒക്കെ തുടങ്ങും. ഒക്കെ ബേസ് എന്തായാലും പറയും. അഥവാ ഇനി നിങ്ങൾക്കത് പറ്റുന്നില്ല, നിങ്ങൾക്ക് അതിലും ബേസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് അങ്ങനെ കൈകാര്യം ചെയ്യാം. ഇതിലും ആരോ ഒരാൾ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ഇന്റർ ഡിസിപ്ലിനറി ടോപ്പിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിലിപ്പോൾ ഈ നാനോ സയൻസും അങ്ങനെയുള്ള കാര്യങ്ങളും സുപ്രാമോളിക്കുലാറും ഒക്കെയാണ് വരുന്നത്. അപ്പോൾ സുപ്രാമോളിക്കുലാർ എൻവയോൺമെന്റിലൊക്കെ വരും. എൻവയോൺമെന്റിൽ ഇപ്പോൾ നമ്മളെ ഗ്രീൻ പ്രിൻസിപ്പിൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ. പിന്നെ മെഡിസിൻ കെമിസ്ട്രീൻ്റെ കേസിൽ അല്ലെങ്കിൽ ഇപ്പോൾ കാറ്റലിസിസ് ആൻഡ് ഗ്രീൻ കെമിസ്ട്രി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോർഷൻസ് ഒക്കെ വരും. അത് എളുപ്പമായിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റുന്നതേ ഉള്ളൂ, അത്ര ടഫ് അല്ല. പിന്നെ സുപ്രാമോളിക്കുലർ കെമിസ്ട്രിയിൽ ഹോസ്റ്റ് ഗസ്റ്റ് ഇൻട്രാക്ഷനെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ വരാം. എളുപ്പമാണ് അത്. ഒന്നിരുന്നാൽ കിട്ടാവുന്നതേ ഉള്ളൂ. ഹലോ സാറേ. പറയൂ. സാർ, എനിക്ക് നേരത്തെ പറഞ്ഞ ഒരു കേസ് തന്നെ ചോദിക്കാനുള്ളത്. ഞാനിപ്പോ കേരളത്തിലെ FIUGP ഫസ്റ്റ് ബാച്ചാ, അതായത് ഞങ്ങളിപ്പോ തേർഡ് ഇയറാ പഠിക്കുന്നത്. ഓക്കെ. തേർഡ് ഇയർ. ഓക്കെ. അപ്പോ ഇവിടെ ഈ നെറ്റിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡെവലപ്മെന്റ്സ് ആയിട്ടുണ്ടോ? ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണോ ഞങ്ങളുടെ കേസ്? നിലവില് വന്നിട്ടില്ല. നിലവില് നിർമ്മല കോളേജാണോ? ഏതാ കോളേജ്? അത് തന്നെ നിർമ്മല. ഓക്കെ. അത് നിലവിലെ പ്രശ്നം എന്ന് പറയുന്നത്, സർക്കാർ ഒരു കരിക്കുലം ഇറക്കിയിട്ടില്ല ഫോർത്ത് ഇയറിൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ട്. ഓക്കെ. അതായത് നിങ്ങൾക്ക് ഇത്ര മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോളേജിൽ തന്നെ റിസർച്ച് പ്രൊജക്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പോയി റിസർച്ച് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഈ 75% എന്നുള്ളൊരു ക്രൈറ്റീരിയ മാത്രമാണ് ഇപ്പം നമുക്ക് അറിയുന്ന ഒരു കാര്യം. അപ്പോൾ അതിനെപ്പറ്റി വിശദമായിട്ടുള്ളൊരു നോട്ടിഫിക്കേഷൻ ഡെവലപ്മെന്റ് ഇറക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഇറക്കി കഴിഞ്ഞിട്ട് അതിനെപ്പറ്റി സംസാരിക്കാം. ഓക്കെ. ഞാൻ ഓൾറെഡി ഒരു RTA ഫയൽ ചെയ്ത് വെച്ചിട്ടുണ്ട്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒന്ന് കൊടുത്തിട്ടുണ്ട്. ലൈക്ക് ഈ തേർഡ് ഇയർ എക്സിറ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രൊജക്റ്റ് ഉണ്ടാകുന്നില്ലല്ലോ. അതായത് തേർഡ് ഇയർ ഡബിൾ മേജർ ഒക്കെ എടുത്ത് എക്സിറ്റ് ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് പ്രൊജക്റ്റ് ഉണ്ടാകുന്നില്ല. അപ്പോൾ പ്രൊജക്റ്റ് ഇല്ലാത്തത് കുട്ടികളുടെ ഡിഗ്രിയെ ബാധിക്കുമോ, അത് വിശദമാക്കാമോ എന്ന് ചോദിച്ചൊരു RTA ഫയൽ ചെയ്തിട്ടുണ്ട്. കുറച്ച് ദിവസമായി, ഇതുവരെ റിപ്ലൈ ഒന്നും വന്നിട്ടില്ല. റിപ്ലൈ വന്നതിന് ശേഷം ഇത് മൊത്തം ഒന്ന് ഇരുന്ന് അനലൈസ് ചെയ്യാനുണ്ട്. എല്ലാവരും ഒരു കൺഫ്യൂഷൻ അവസ്ഥയിലാണ്, കോളേജിൽ നിന്നായാലും ബാക്കിയുള്ളവരായാലും ഒക്കെ. ഞാൻ കുറേ കോളേജിൽ അന്വേഷിച്ചു, നമുക്ക് നോക്കാം. ഇല്ല. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? വേറെ ഒന്നും കാണുന്നില്ല, ചോദ്യങ്ങൾ കാണുന്നില്ല. സുഹൃത്തുക്കളെ, എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ പറയൂ. ഇനി അഥവാ നിങ്ങൾക്ക് ഇനി മറ്റു സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ ചാറ്റ് ബോക്സിൽ എൻ്റെ ഒഫീഷ്യൽ നമ്പർ ഇടുന്നുണ്ട്, അതിൽ മെസ്സേജ് അയച്ചാൽ മതി. നെറ്റ് പ്രിപ്പറേഷൻ എന്നുള്ളതല്ല, നിങ്ങൾ ആദ്യം FUGPക്കാർ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ബേസ് സ്ട്രോങ് ആക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. സോ അതായത് ജാം ലെവല്, CUT PG ലെവല് സിലബസ് നിങ്ങൾ ആദ്യം ഓക്കെ ആക്കുക. അതായത് ഒരു ഫോർത്ത് ഇയർ സ്റ്റാർട്ടിംഗ് എന്ന് പറയുമ്പോൾ തേർഡ് ഇയർ ഇപ്പോൾ ഫെബ്രുവരി മാർച്ച് ആവുന്ന സമയത്തേക്ക് നിങ്ങളെ നിലവിൽ തേർഡ് ഇയർ എന്ന് പറയുമ്പോൾ, അതായത് നിങ്ങൾ സിക്സ്ത് സെമിസ്റ്റർ കഴിയുന്നത് മാർച്ചിലായിരിക്കില്ലേ. അപ്പോൾ ആ സമയത്തേക്ക് നിങ്ങൾ ജാം ലെവൽ സിലബസ് അല്ലെങ്കിൽ CUT PG ലെവൽ സിലബസ് ഒക്കെ നിങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിനുശേഷം അതിൽ നിന്ന് സ്റ്റെപ്പ് അപ്പ് ചെയ്ത് നെറ്റിലേക്ക് കിടക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ കുറേ ക്വസ്റ്റ്യൻ ചെയ്ത് ബേസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് ഓക്കെ ആക്കിയതിന് ശേഷം നമ്മൾ മുകളിലേക്ക് പോവാം. അതിൽ ജാം ബാച്ച് നിലവിൽ സെറയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
എൻ്റെ അഭിപ്രായത്തിൽ നെറ്റാണ് കുറച്ച് ഡിഫിക്കൽട്ട്. ഗേറ്റ് എളുപ്പം ഇൻ ദ സെൻസ് ഗേറ്റ് നിങ്ങൾ പോയിരുന്നാൽ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഗേറ്റ് ക്വാളിഫൈ. പക്ഷെ ക്വാളിഫൈ ചെയ്താൽ പോരാ, കുറച്ചധികം നല്ല റാങ്ക് വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് എഫേർട്ട് ഇടാനുണ്ട്. നിങ്ങൾ വെറുതെ പോയി എഴുതിയാൽ തന്നെ 35 മാർക്ക് വാങ്ങാൻ എളുപ്പമാണ് ഗേറ്റ്. 35 മാർക്കൊക്കെ കിട്ടിയാൽ നിങ്ങൾക്കൊരു 1200 അടുത്ത് റാങ്ക് വരും. അത് പോരാ, ഗേറ്റിലൊരു 100 ബിലോ ഒക്കെ റാങ്ക് കിട്ടേണ്ടതാണ് എഫേർട്ട് ഇട്ടാൽ. ഞാൻ ഗേറ്റ് എഫേർട്ട് ഇടാണ്ടാണ് 2 തവണ എഴുതിയിരുന്നത്. 2 തവണയും പക്ഷെ പോയിരുന്ന് റാൻഡമായിട്ട് നമുക്ക് തോട്ട് വരുന്ന സമയത്ത് ഇതാക്കും. ഹരിജിത്ത് എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി, ഹരിജിത്ത്. അപ്പോൾ ഗേറ്റ് എഴുതുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ട് ലാഘവത്തിൽ പരീക്ഷ എഴുതിയതാണ്. അപ്പോൾ ആ സമയത്ത് 1000 സംതിങ് റാങ്ക് വന്നിട്ടുണ്ട്. അതർ ദാൻ റിസർച്ച് ഞാൻ പറഞ്ഞതാ. ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് ഒന്ന് കോളേജിൽ ലെക്ചർ ആവുക എന്നുള്ളതാണ്. പക്ഷെ അവിടെയും ഇപ്പോൾ PhD എന്നുള്ളൊരു ക്രൈറ്റീരിയ വരുന്നുണ്ട്. ഏറ്റവും സേഫ് ഓപ്ഷൻ നിങ്ങൾ JRF ക്രാക്ക് ചെയ്യുക. ഒന്നുകിൽ നിങ്ങളെ കരിയർ ഒരു 2 വർഷം നിങ്ങൾ എന്ത് ചെയ്യുക, എവിടെയെങ്കിലും ഒരു പ്രൊജക്ട് അസിസ്റ്റൻ്റോ പ്രൊജക്ട് അസോസിയേറ്റ് JRF ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുക. എന്നിട്ട് പുറത്തേക്ക് കടക്കുന്നുണ്ടെങ്കിൽ പുറത്തേക്ക് കടക്കുക. ആ എക്സ്പീരിയൻസ് വെച്ചിട്ട് കമ്പനീസിൽ അപ്ലൈ ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ ഫ്രഷേഴ്സിൻ്റെ ഇൻ്റർവ്യൂ വരുന്ന സമയത്ത് നിങ്ങൾക്ക് JRF ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അവർക്ക് അറിയാം, നിങ്ങൾക്ക് എന്തൊക്കെയോ അറിയാമെന്ന് അവർക്ക് ധാരണയുണ്ടാവും. അപ്പോൾ ആ സമയത്ത് അത് വെച്ചിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് പോകാൻ വേണ്ടി പറ്റും. ലൈക്ക് കമ്പനീസിൽ പ്രൈവറ്റ് സെക്ടറിലൊക്കെ ഇഷ്ടംപോലെ അവസരങ്ങൾ വരും. കെമിസ്ട്രിന് നമുക്കിപ്പോൾ നല്ല കമ്പനി, ഇപ്പോൾ സിഞ്ചൻഡ നല്ല കമ്പനിയാണ്. സിഞ്ചീനിൽ കുറച്ച് ലേ ഓഫ് കഴിഞ്ഞ മാസം വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ സിഞ്ചീൻ ഓൾസോ നല്ല കമ്പനിയാണ്. പിന്നെ സൈദൂസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനിയുണ്ട്. പിന്നെ റെഡ്ഡീസ് ലാബ് ഉണ്ട്, സിപ്ല ഉണ്ട്, അസ്ട്രാസെനക്കയുടെ ബ്രാഞ്ചുകളുണ്ട്. സോ അതിലൊക്കെ നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് നിങ്ങളിപ്പോൾ നെറ്റിന് പഠിച്ചു കഴിഞ്ഞാൽ PSC ക്വാളിഫൈ ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. സർ കേൾക്കാമോ? ഓ, പറഞ്ഞോ. സർ പിന്നെ ഞാനിപ്പോ MSc കെമിസ്ട്രി ഫസ്റ്റ് ഇയർ ആണ്, ഇപ്പൊ ജോയിൻ ഉം, ചെയ്തതേ ഉള്ളൂ. നല്ല അപ്പം സമയമാണ്. സാർ പറഞ്ഞില്ലേ ആദ്യമേ മിനിമം ഡെയിലി 2 മണിക്കൂറെങ്കിലും ഉം, നോക്കണം എന്ന് പറഞ്ഞിട്ട്. ഉം, അപ്പം ഈ കോളേജിലെ എന്താ കാര്യങ്ങളും അസൈൻമെന്റും ഈ ഉം, സെമിനാറും കുറെ കാര്യങ്ങൾ കാണുമല്ലോ. ഉം. അപ്പം ഈ 2 മണിക്കൂർ മാത്രം മാറ്റി വെച്ചാൽ മതി ഈ നെറ്റിന് വേണ്ടിയിട്ട്. അപ്പം ഇനീഷ്യലി മതി. അതായത് ഇപ്പോൾ ഫസ്റ്റ് ഇയർ ആണെങ്കിൽ, അതായത് ഇപ്പോൾ സെക്കൻഡ് സെമ്മ് തുടങ്ങിയല്ല, ഫസ്റ്റ് സെമ്മിലാണ്. ഫസ്റ്റ് സെം ആണ്. ഫസ്റ്റ് സെം അല്ലേ? ഫസ്റ്റ് സെം ആണെങ്കിൽ ഇനീഷ്യലി 2 മണിക്കൂർ മതി. ഓക്കെ, അതായത് ആ 2 മണിക്കൂറിന്റെ മുകളിൽ ബിൽഡ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് എന്നിട്ട് ആദ്യത്തെ, അതായത് ഇനി വരുന്ന ഡിസംബറിലെ സെഷൻ പരീക്ഷ എഴുതുക. അപ്പോൾ നമുക്ക് മനസ്സിലാക്കും. ജൂണിലല്ലേ എഴുതാൻ പറ്റൂ? ഡിസംബറിൽ എഴുതാമോ? ഓ, എഴുതാം. ഡിസംബറിലെ പരീക്ഷ എഴുതാം, ഒരു കുഴപ്പമില്ല. നമ്മുടെ കോളേജിലൊക്കെ പറഞ്ഞു PG സെക്കൻഡ് ഇയർ ആവുമ്പോഴാണ് എഴുതുന്നത്. ഡോണ്ട് കെയർ. കാരണം എന്തുകൊണ്ടാ, നിങ്ങൾക്കിത് കിട്ടുമെന്നൊന്നും ഞാൻ പറയുന്നില്ലല്ലോ. നിങ്ങൾ ആ പരീക്ഷേൻ്റെ പ്രഷർ അനുഭവിക്കണം. നിങ്ങളിത് പഠിക്കുക, 2 മണിക്കൂർ ഡെയിലി പഠിക്കുക. ഓക്കെ, എന്നിട്ട് മെല്ലെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ ഈ ഡിസംബറിൽ എന്ത് ചെയ്യും? ഡിസംബറിലെ പരീക്ഷ നിങ്ങൾ പോയി എഴുതും. ഡിസംബറിലെ പരീക്ഷ പോയി എഴുതുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. അതായത് ഞാൻ പഠിച്ചത് ഒന്നുകിൽ ഒന്നുമല്ല, അല്ലെങ്കിൽ ഞാൻ പഠിച്ചത് കൊണ്ട് എനിക്ക് ഇത്ര പോരെ എഴുതാൻ വേണ്ടി പറ്റി എന്നുള്ള 2 തിരിച്ചറിവ് നിങ്ങൾക്ക് വരും. ഓക്കെ, ആ തിരിച്ചറിവിൽ നിന്ന് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ എഫേർട്ട് ഇടുക. ഈ പരീക്ഷ ഇപ്പോൾ കോളേജിൽ നിന്ന് ഇപ്പൊ നിങ്ങൾ കോളേജിൽ നിന്നൊക്കെ അങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടാവും. ഓക്കെ, ആ തിയറികളൊന്നും നിങ്ങൾ വിശ്വസിക്കണ്ട. ഓക്കെ, അത് സെക്കൻഡ് ഇയറിൽ നിന്ന് പരീക്ഷ എഴുതിയാലേ നിങ്ങൾക്ക് JRF കിട്ടൂ, സർട്ടിഫിക്കറ്റ് കിട്ടൂ, വാട്ട് എവർ ഇറ്റ് ഈസ്. നിങ്ങൾ പരീക്ഷ അറ്റൻഡ് ചെയ്യുക. ഇപ്പം നിങ്ങൾക്കൊരു പരീക്ഷ മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ആ 3 മണിക്കൂർ ആ ഹാളിൻ്റെ ഉള്ളിൽ ഇരിക്കണം. ഓക്കെ, അതായത് നിങ്ങൾ 4 സൈക്കിൾ, ആ 3 MSc ഫസ്റ്റ് ഇയർ ആണെങ്കിൽ ഞാൻ 4 സൈക്കിള് അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടുണ്ട്. ഞാൻ MSc പഠിക്കുന്ന സമയത്ത് എൻ്റെ ആദ്യത്തെ 3 പരീക്ഷ പെൻ ആൻഡ് പേപ്പർ ആയിരുന്നു, കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിരുന്നില്ല. എൻ്റെ 4ാമത്തെ പരീക്ഷ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിരുന്നു. ഞാൻ 4 തവണ എഴുതിയിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് അല്ല. അതാണ് മനസ്സിലാക്കുന്നത്. എല്ലാവരും പറയും ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് നെറ്റ് കിട്ടിയെന്ന് പറയുന്നവരുണ്ടാവും. സോ ഓക്കെ, കൂൾ, വാട്ട് എവർ ഇറ്റ് ഈസ്, ലീവ് ഇറ്റ്. പക്ഷേ പരീക്ഷേൻ്റെ പ്രഷർ അനുഭവിക്കൽ
നമ്മളിങ്ങനെ മോക്ക് ടെസ്റ്റുകൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇപ്പോൾ മോക്ക് ടെസ്റ്റ് നമ്മളെ കംഫർട്ട് സോണിൽ നിന്ന് മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന പോലെയല്ല. നമ്മൾ 3 മണിക്കൂർ ഒരു എക്സാം ഹാളിൽ പോയി ഇരുന്നിട്ട് ഇതിങ്ങനെ മറിക്കോ അല്ലെങ്കിൽ ഇങ്ങനെ സിസ്റ്റം നോക്കിയിട്ട് വേവലാതിപ്പെട്ടൊരു പരീക്ഷ ചെയ്യുന്നു. അത് കിട്ടണം. അത് കിട്ടിയാൽ മാത്രമേ നമുക്കൊരു കിക്ക് കിട്ടും. അപ്പൊ അത് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ പരീക്ഷ എഴുതാം. ഓക്കെ. അതിന് നിങ്ങൾ പരീക്ഷ ചെയ്യുന്നുണ്ട്, നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ട്, പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇറ്റ്സ് ഓക്കെ, കൂൾ. ബേസ് മുതൽ ബേസ് മുതൽ പഠിക്കാനാണെങ്കിൽ ഒരുപാട് ഗ്യാപ്പ് ഇയർ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് സെറ്റ് ചെയ്യേണ്ടി വരും. അതായത് തീരെ മനസ്സിലാവുന്നില്ല എങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ട് കുറേ എഫേർട്ട് ഇടേണ്ടി വരും. അത് നിങ്ങളെ സംബന്ധിച്ചിരിക്കും എത്ര മണിക്കൂർ എന്നുള്ളത്. ഇപ്പം നിങ്ങളെ പേഴ്സണലി പരിചയപ്പെട്ട് നിങ്ങളോട് സംസാരിച്ചാണ്. എം എസ് സി എക്സാംസ് ഓരോ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിരിക്കും. ഇപ്പോൾ ഏത് യൂണിവേഴ്സിറ്റിയാ? നിങ്ങൾ എക്സാം എങ്ങനെയാണ് ഡിസ്ക്രിപ്റ്റീവായിട്ട് ഒരുപാട് വാരി വലിച്ച് എഴുതേണ്ടതുണ്ടോ? ഒരുപാട് എഴുതി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ഒരുപാട് എഴുതേണ്ടി വരും. യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ആയിരിക്കുമല്ലോ. ആ, ഓക്കെ. യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ആണെങ്കിൽ എഴുതേണ്ടി വരും തോന്നുന്നു. അപ്പോൾ ഒരുപാട് എഴുതേണ്ടി വരും. അങ്ങനെ നെറ്റിന്റെ സിലബസ് അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് എഴുതാൻ പറ്റണം എന്ന് സാധ്യതയില്ല. നമുക്ക് പോയിന്റുകൾ മാത്രമേ ഉള്ളൂ. നമുക്ക് ഒരുപാട് എഴുതാനൊന്നും ഉണ്ടാവില്ല. ഓക്കെ. അപ്പൊ അങ്ങനെ പക്ഷെ നിങ്ങൾ എക്സാം പാരലൽ എഴുതി പോകും. അതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. നമുക്ക് കടല് പോലെ അങ്ങനെ എഴുതാനൊന്നുമില്ല. അതാണ് ഇന്നത്തെ വിഷയം. ഓക്കെ. ബട്ട് ഇറ്റ്സ് കൂൾ. സിലബസ് എല്ലാം സെയിം ആയിരിക്കും. കാരണം ഇതെല്ലാം ഫണ്ടമെന്റലാ. ലൈക്ക് സ്റ്റീരിയോ കെമിസ്ട്രി നിങ്ങൾ പഠിക്കും, ആരോമാറ്റിസിറ്റി നിങ്ങൾ പഠിക്കും, റിയാക്ഷൻ മെക്കാനിസം നിങ്ങൾ പഠിക്കും, എല്ലാം സെയിമാണ്. സോളിഡ് സ്റ്റേറ്റ് നിങ്ങളുടെ സിലബസിലുണ്ടാവും, കൈനറ്റിക്സ് സിലബസിലുണ്ടാവും, കൈനറ്റിക്സിൽ സ്റ്റഡി സ്റ്റേറ്റ് അപ്രോക്സിമേഷൻ നിങ്ങളുടെ സിലബസിലുണ്ടാവും, ഇലക്ട്രോ കെമിസ്ട്രി എടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രോ കെമിസ്ട്രി എല്ലാം നിങ്ങളുടെ സിലബസിലുണ്ടാവും. സിലബസ് എല്ലാം സെയിം ആയിരിക്കും. കാരണം ഇതെല്ലാം ഫണ്ടമെന്റലാ, സയൻസാ. ഇത് പഠിച്ചാൽ മാത്രമേ നമുക്ക് മുന്നിലേക്കുള്ള സയൻസ് ഫീൽഡിൽ ഉയർച്ച ഉണ്ടാവൂ എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. സോ സിലബസ് എല്ലാവരും സെയിം ആയിരിക്കും. 2 യൂണിവേഴ്സിറ്റിന്റെ സിലബസ് എടുത്തു കഴിഞ്ഞാൽ പോലും അതിൽ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. അതേപോലെ തന്നെ നെറ്റിന്റെ സിലബസ്. അപ്പൊ എല്ലാവരും സമാധാനമായിട്ട് ഉഷാറായിട്ട് പഠിക്കണം. ബാച്ചിന്റെ മറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾ നമ്പറിലായി മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ വേറെ കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. നിലവിൽ 10,500 രൂപയാണ് ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് ഫീസ് വരുന്നത്. അത് ഒരുമിച്ച് അടക്കേണ്ടതില്ല. അതിൻ്റെ മറ്റു കാര്യങ്ങൾ നിങ്ങൾ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ നിങ്ങളോട് പറയാം. ഓക്കെ. വേറെ എന്തെങ്കിലും ചോദിക്കാനോ? ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നമ്മൾ കറക്റ്റ് ഒരു 2 മിനിറ്റ് കൊണ്ട് വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ലെങ്കിൽ ഓഫാകട്ടെ. സെഷൻ എങ്ങനെയുണ്ടായിരുന്നു എന്ന് കൂടെ പറഞ്ഞിരുന്നെങ്കിൽ, നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടെങ്കിൽ അതും കൂടി ഒന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഞാനിത് പാസ്സാവും എന്നുള്ള തോന്നൽ നിങ്ങൾക്കുണ്ടോ? പറയൂ. അത് മതി. ആ ഒരു എസിന്റെ പുറത്താണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. പിന്നല്ല. നടക്കും. നടക്കാത്തായിട്ടൊന്നുമില്ല. പഠിച്ചാൽ നടക്കും. റെഡിയാക്കാം. അപ്പോൾ എന്നാൽ ശരി. താങ്ക് യു ഓൾ. എന്നെ ഇത്ര നേരം കേട്ടതിന്. നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ എന്നോട് മെസ്സേജ് അയച്ചാൽ മതി. നമുക്ക് സംസാരിക്കാം. അല്ലെങ്കിൽ വിളിച്ചാൽ മതി. ഓക്കെ. ശരി എന്നാൽ. ഓക്കെ. താങ്ക് യു. iPhone 2. താങ്ക് യു ഹരിജിത്ത്. താങ്ക് യു ഋതിക. താങ്ക് യു അമൃത. താങ്ക് യു ഷവമി. M 2007 J20CI. പേരില്ല, അതുകൊണ്ടാണ് അത് വായിച്ചത്. ഓക്കെ, എന്നാൽ വൈൻഡപ്പ് ചെയ്യാം.
വേറൊരു ദിവസം വീണ്ടും കാണാം. ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് സംസാരിക്കാം. ഓക്കെ ദെൻ, ബൈ, ഗുഡ് നൈറ്റ്.